ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ് ആചരിക്കുന്നത്. ലോകം മുഴുവൻ ക്യാൻസർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇപ്രാവശ്യം തീം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് ഇപ്രാവശ്യത്തെ ക്യാൻസർ തീം. കാരണം എന്ന് പറഞ്ഞാൽ ക്യാൻസർ വന്ന രോഗികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ക്യാൻസർ വന്നവരെ അതിജീവിതകളെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അവരെ നമ്മോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ക്യാൻസർ ഡേയുടെ മെയിൻ തീം. അപ്പോൾ ആദ്യമേ തന്നെ ക്യാൻസറിനെ കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ, അത് വന്നാൽ എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതുണ്ടോ, ഇപ്പോഴത്തെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഇവ കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ സംസാരിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ ബഹുഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്നത് സ്ത്രീകളാണ്. അപ്പം സ്ത്രീകളിലാണ് ഇപ്പോൾ ധാരാളം ക്യാൻസറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയത്തിൽ വരുന്ന യൂട്രൈൻ ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, ഇതല്ല. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഞങ്ങളുടെ കൂടെയുള്ള സീനിയർ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി സ്ലൈഡെല്ലാം കാണിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പം ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അസുഖം, ഒരു രോഗാവസ്ഥ ആർക്ക് വേണോ ബാധിക്കാം. പ്രായഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ രോഗം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസറിന് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഇത് സംഭവിക്കാം. ഏത് രാജ്യത്തിലുള്ളവർക്കും സംഭവിക്കാം. പാവങ്ങളെന്നോ പണക്കാരെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരില്ല, അങ്ങനെ വിചാരിക്കേണ്ട. ആർക്ക് വേണോ എപ്പോഴും വേണോ വരാം. പക്ഷേ അങ്ങനെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിലൊരു ഉത്തരവില്ല. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ക്യാൻസറിൻ്റെ അളവ്, ക്യാൻസർ വരുന്ന രോഗികളുടെ അതിൽ ധാരാളം വർധനവ് ഉണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ പ്രായമായവരിൽ മാത്രം കാണുന്ന ഒരു അസുഖമായിരുന്നു, 50 വയസ്സിന് മുകളിലൊക്കെ കാണുകയുള്ളായിരുന്നു. ഇപ്പോൾ ക്യാൻസർ ചെറുപ്പക്കാരിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസം തന്നെ ഒരു പ്രധാന കാരണം. അതിനോടൊപ്പം വ്യായാമമില്ലായ്മ, സ്മോക്കിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ നമ്മളുടെ ആഹാരത്തിൽ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം, അത് വെച്ചിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല, പുറത്തുനിന്ന് വരുന്ന ആഹാരങ്ങളാണ് കഴിക്കുന്നത്. അതിൽ പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ റെഡ് മീറ്റ് നമ്മൾ ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കാരണമാണ്. കൂടുതലും വറുത്ത ആഹാരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും എണ്ണയിൽ വറുത്തെടുക്കുന്ന ആഹാരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബേക്കറിയിൽ കിട്ടുന്ന ആഹാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൻ്റെ പാർട്ടാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളിതെല്ലാം ഇങ്ങനത്തെ ആഹാരങ്ങൾ നമ്മൾ കഴിച്ചിരുന്നില്ല. അപ്പോൾ അതൊരു റീസണായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഈ ക്യാൻസർ കൂടുതലായിട്ട് വരാനുള്ള ഒരു റീസൺ ആഹാര രീതിയിലുള്ള ഒരു വ്യത്യാസമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് എക്സർസൈസ്. നമ്മളുടെ എക്സർസൈസ് അല്ലെങ്കിൽ വ്യായാമമില്ലായ്മ കൊണ്ട് പൊണ്ണത്തടി കൂടും, ദാറ്റ് ഈസ് ഒബീസിറ്റി. അങ്ങനെയുള്ളവർക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്ട്രെസ്സ് വേറൊരു ഫാക്ടറാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ സ്ട്രെസ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. അതിലുപരി ആണുങ്ങളിൽ പുകവലി മൂലം ഉണ്ടാകുന്ന ധാരാളം ക്യാൻസറുകളുണ്ട്. വായ്ക്കുള്ളിലെ ക്യാൻസർ, ശ്വാസകോശാർബുദം, അല്ലെങ്കിൽ വയറ്റിനുള്ളിലെ സ്റ്റൊമക് ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, കോളൻ ക്യാൻസർ, പിന്നെ ബ്ലാഡർ ക്യാൻസർ, ഇതിലെല്ലാം പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുകവലിക്കുന്നവർക്ക് മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ട്, പാസീവ് സ്മോക്കിംഗ് ഉണ്ട്. കാരണം പുകവലിക്കുന്നവരുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കും കൂടെ പുകവലിയുടെ ദോഷഫലങ്ങൾ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ആൽക്കഹോളിസം കൂടെ ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇതിലൊരു ജനിതക ഘടനയുണ്ട്, ജനറ്റിക് ഫാക്ടറുണ്ട്. ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു ജനറ്റിക് ഫാക്ടറുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലെല്ലാം ഈ ഓങ്കോജീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഘടകമുണ്ട്. അതിനെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. ആ ബാലൻസിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുക, അതിന് ആഡ് ചെയ്യാനാണ് ഈ പുകവലി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ആഡ് ചെയ്യുമ്പോഴത്തേക്കും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് പല ക്യാൻസറും ഈ രോഗാണുബാധ മൂലം ഉണ്ടാവണമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് വൈറസ് എന്ന് പറഞ്ഞ ഒരു രോഗാണു പലതരം ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് ഈയിടയ്ക്കായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്ത്രീകളിലുണ്ടാകുന്ന
സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയതല ക്യാൻസർ. അത് HPV എന്ന് പറഞ്ഞൊരു വൈറസ് മൂലമാണ് ഈ ഗർഭാശയതല ക്യാൻസർ ഉണ്ടാവണമെന്നുള്ളത് ഓൾമോസ്റ്റ് 100% പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം HPVക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ വന്ന കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം സെർവൈക്കൽ ക്യാൻസർ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് സ്ത്രീകളിൽ. വേറെ വാക്സിൻ റിലേറ്റഡ് ക്യാൻസറുകളുണ്ട്. എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞൊരു ക്യാൻസറാണ് നമ്മളുടെ നേസോഫെറിങ്സ്, മൂക്കിൻ്റെ പുറകു വശത്തുള്ള ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C എന്ന് പറഞ്ഞ വൈറസ് ലിവർ ക്യാൻസർ, അതിൽ ലിവർ സിറോസിസ്, പിന്നെ മഞ്ഞപ്പിത്തം, സിറോസിസ്, അതിനുശേഷം ലിവർ ക്യാൻസർ. ഇങ്ങനെ ഈ വൈറസ് സിറ്റോളജി വെച്ചിട്ടുള്ള ക്യാൻസറുകൾ ഇപ്പം ധാരാളമായിട്ട് നിലവിലുണ്ട്. അപ്പോൾ ക്യാൻസറിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ നമ്മളുടെ ആഹാരത്തിലുള്ള വ്യത്യാസങ്ങൾ, വ്യായാമമില്ലായ്മ, സ്ട്രെസ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, പിന്നെ ഈ വൈറസ് സിറ്റോളജി, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവണമെന്നായിട്ടാണ് ഈ പുതിയ പുതിയ പഠനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ എങ്ങനെ ഉണ്ട്, ക്യാൻസർ ഒരാൾക്കുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഏറ്റവും പ്രധാനം അവരവരുടെ ശരീരത്തിനെ കുറിച്ച് അവരവർ തന്നെ ബോധവാന്മാരായിരിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ ചേഞ്ചസും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മളെ ശരീരത്തിനെക്കുറിച്ച് അവരവരുടെ ശരീരത്തിനെക്കുറിച്ച് അവരവർ തന്നെ ബോധവാന്മാർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഒരു സിംറ്റം നമുക്ക് മനസ്സിലാക്കിയാൽ ചെറിയ ചികിത്സ കൊണ്ടും ചെറിയ ടെസ്റ്റുകൾ കൊണ്ടും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ശരീരത്തിൽ വരുന്ന സിംറ്റംസ് ചോദിച്ചാൽ, ശരീരത്തിൽ വരുന്ന പെട്ടെന്ന് വരുന്ന ചേഞ്ചസ്, ഒന്ന് ഒരു മുഴ, പെട്ടെന്നൊരു മുഴ പ്രത്യക്ഷപ്പെടുക. ഉദാഹരണമായിട്ട് സ്ത്രീകളിൽ മാറിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ, മാറിലെ മുഴകളെല്ലാം ക്യാൻസർ അല്ല, പക്ഷേ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും മുഴയുണ്ടോ എന്ന്. അപ്പോൾ നമുക്കതിൻ്റെ ചെറിയ ടെസ്റ്റുകൾ വഴി അതിനെ കണ്ടുപിടിക്കാനും ചികിത്സ ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ കഴലുകളിൽ വരുന്ന വീക്കങ്ങൾ, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു കഴലയിൽ ഒരു വീക്കം വരുന്നത്. അപ്പോൾ എന്താണെന്ന് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, കക്ഷത്തിലുമൊക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ബോധവാന്മാരായിരിക്കണം. രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്. സ്ത്രീകളിൽ വരുന്ന ബ്ലീഡിംഗ് ഉണ്ട്. സാധാരണ ബ്ലീഡിങ് അല്ലാതെ അബ്നോർമൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ മാസമുറ നിന്ന് കഴിഞ്ഞ ശേഷമുള്ള ബ്ലീഡിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗർഭാശയ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയതല ക്യാൻസർ, അത് സർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അപ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്മിയർ എടുക്കുക അല്ലെങ്കിൽ ഒരു DNC ചെയ്താൽ അത് പെട്ടെന്ന് മനസ്സിലാവും. വിട്ടുമാറാത്ത ചുമ ശ്വാസകോശ അർബുദത്തിൻ്റെ ഒരു ലക്ഷണമാണ്. വളരെ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് ആണുങ്ങൾക്ക്. അപ്പം ചുമ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക, 2 ആഴ്ച കഴിഞ്ഞിട്ട് ചുമ മാറിയില്ലെങ്കിൽ ശ്വാസകോശ അർബുദത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം, ത്രോട്ട് ക്യാൻസർ പുകവലിക്കാരിലാണ് കൂടുതൽ കാണുന്നത്. ത്രോട്ട് ക്യാൻസറിൻ്റെ ലക്ഷണം നമ്മൾ ശബ്ദത്തിൽ ജലദോഷപ്പനിയൊക്കെ വരുമ്പോൾ ശബ്ദത്തിൽ വ്യത്യാസം വരും. പക്ഷേ അത് 1 ആഴ്ച 2 ആഴ്ചത്തെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അത് കുറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു ENT ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു DL സ്കോപ്പി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലെരിങ്കോസ്കോപ്പി, ഒന്ന് കണ്ണാടി പോലെ ഒരു സാധനം വെച്ച് നോക്കുമ്പോൾ ചെറിയ ഗ്രോത്തൊക്കെ കാണുമ്പോൾ ഈ നമ്മുടെ ത്രോട്ടിൽ വരുന്ന ക്യാൻസർ, അതിനെ ലെരീഞ്ചിയൽ ക്യാൻസർ മാറ്റാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം സാധാരണമായിട്ട് കണ്ടുവരുന്നത്, പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്നത് ശോധനയിലുള്ള വ്യത്യാസം, മലശോധനയിലുള്ള വ്യത്യാസം മലാശയ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഇൻ സ്റ്റൂൾ, മലത്തിൽ ബ്ലഡ് കാണുക. പലപ്പോഴും ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാതെ പോകും. ആദ്യം പൈൽസാണെന്ന് വിചാരിക്കും. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വൈദ്യരുടെ അടുത്ത് പോകുമ്പോൾ പൈൽസിൻ്റെ മരുന്ന് തരും. അങ്ങനെയല്ല, ഒരു പ്രായത്തിന് ശേഷം ശോധനയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊന്ന് ചെറിയ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പ് വരുത്തണം. കാരണം കൂടുതലും പൈൽസ് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലും പ്രായമാരിലും സ്ത്രീപുരുഷ ഭേദമന്യേ മലാശയ ക്യാൻസറും കുടലിലെ ക്യാൻസറും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് നല്ല ട്രീറ്റ് ചെയ്ത് ക്യൂറാക്കാൻ പറ്റിയ ഒരു ക്യാൻസറാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ശ്രദ്ധിക്കണം, ഒരു ഡോക്ടറെ കാണണം. ചെറിയ 1-2 ടെസ്റ്റുകൾ കൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാനും ഫലപ്രദമായ ചികിത്സ ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിലെ കലകൾ അല്ലെങ്കിൽ ഈ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് വരുന്ന ഒരു വ്യത്യാസം, പെട്ടെന്ന് അത് കയറി വളരുക, ചിലപ്പോൾ അതിൽ നിന്ന് രക്തം വരിക, ചിലപ്പോൾ അത് വ്രണമായി വരിക. അതെല്ലാം ഈ തൊലിപ്പുറത്ത് വരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. പിന്നെ ആണുങ്ങളിൽ, പ്രത്യേകിച്ച് പുകവലിക്കാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസറാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ.
വായ്ക്കുള്ളിലെ ക്യാൻസർ. അത് നമ്മൾ തന്നെ വായ്ക്കുള്ളിൽ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വായ്ക്കുള്ളിലെ വ്രണങ്ങൾ, ചെറിയ വ്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ സൾസർ എന്നൊക്കെ പറഞ്ഞുള്ളതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് കരിയും. കരിയാത്ത വ്രണങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വായ്ക്കുള്ളിലെ ക്യാൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണം. അപ്പോൾ അവരവർ തന്നെ നമ്മുടെ ശരീരത്തിനെ കുറിച്ചൊന്ന് ബോധവാന്മാരായി കഴിഞ്ഞാൽ, ഈ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ഡോക്ടറെ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സമാധാനമായിരിക്കും. പക്ഷേ ഈ ലക്ഷണങ്ങൾ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത് ക്യാൻസർ വന്നാൽ നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഒരു മുഴ വന്നു, നമ്മളെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് ക്യാൻസർ ആണെന്ന്? ഉദാഹരണമായിട്ട് ബ്രസ്റ്റിൽ മാറിലൊരു മുഴ വന്നു, എങ്ങനെ കണ്ടുപിടിക്കും? ചെറിയൊരു ടെസ്റ്റ് മതി. ഈ ചെറിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ FNAC, ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ചെറിയ സൂചി അതിനകത്ത് ആ ട്യൂമറിലോട്ട്, ആ ഒരു ഗ്രോത്തിലോട്ട് കടത്തി വിട്ടിട്ട് സിറിഞ്ച് വഴി കുറച്ച് സെൽസ് വലിച്ചെടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ അടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ ക്യാൻസർ ആണെന്ന് നമുക്ക് ഒരു പരിധി വരെ ഉറപ്പ് വരുത്താൻ പറ്റും. ബാക്കി വേറെ ടെസ്റ്റുകളൊക്കെ ഇനി പുറകെ വരുന്നുണ്ട്, അത് വേറെ. അല്ലെങ്കിൽ ഒരു ഉണങ്ങാത്തൊരു വ്രണം വായിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു സർജനെ അല്ലെങ്കിൽ ENT ഡെൻ്റൽ സർജനെ കാണിച്ചാൽ അവരതിൽ നിന്നൊരു ചെറിയ കഷ്ണം ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മലാശയ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് ഒരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, ഡോക്ടർ തന്നെ വിരൽ വെച്ചിട്ട് മലാശയം ഒന്ന് പരിശോധിക്കുമ്പോഴേ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. അങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലാശയത്തിനുള്ളിലോട്ട് ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്താൽ നമ്മളെ കുടൽ, മലാശയം, വൻകുടൽ മുഴുവനും നമുക്കത് കാണാൻ പറ്റും. എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ ചിലപ്പം പോളിപ്പ് പോലെയുള്ള ചെറിയ സാധനങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കാൻ പറ്റും. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും. സ്ത്രീകളിൽ വരുന്ന ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അബ്നോർമൽ ബ്ലീഡിങ് കണ്ടാൽ നമ്മൾ ഒരു സ്മിയർ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബയോപ്സി എടുക്കുക, അല്ലെങ്കിൽ ഒരു DNC ചെയ്യുക. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സ്റ്റൊമക്കിൽ, അന്നനാളത്തിലും ഈ സ്റ്റൊമക്കിലുമൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണം ആഹാരം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് വരുന്നത്. വൻകുടലിലാണെങ്കിൽ സ്റ്റൊമക്കിൽ സാധാരണ വരുന്ന ഒരു ക്യാൻസറാണ്. അതിൻ്റെ സിംറ്റം വളരെ താമസിച്ചേ വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണെങ്കിൽ നമ്മളൊരു OGD സ്കോപ്പി, ഈസോഫാഗോ, ഡിയോഡനോ, ഗാസ്ട്രോസ്കോപ്പി ചെയ്താൽ അത് കാണാൻ പറ്റും. പിന്നെ ലങ്ങിലെ ക്യാൻസർ, ശ്വാസകോശാർബുദ ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചുമ വന്നു കഴിഞ്ഞു, വിട്ടുമാറാത്ത ചുമ വന്നു കഴിഞ്ഞു, ചിലപ്പോൾ കഫത്തിൽ ബ്ലഡ് കാണുക, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ എക്സ്റേ കാണുമ്പോൾ ഒരു ഡൗട്ട് കിട്ടും. അല്ലെങ്കിൽ CT സ്കാൻ ഉണ്ട്, ഇപ്പോൾ എല്ലായിടത്തും CT സ്കാൻ അവൈലബിൾ ഉണ്ട്. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രോത്ത് കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ശ്വാസകോശാർബുദം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംറ്റം വെച്ചിട്ടാണ് പലപ്പോഴും ടെസ്റ്റുകളിലോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത കാര്യം. ആദ്യമേ തന്നെ ഒരു ക്യാൻസർ ചികിത്സയിൽ പരിചയമുള്ള ഒരു വിദഗ്ധരെ ആരെങ്കിലും കാണിക്കുന്ന ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, ക്യാൻസറിൻ്റെ ചികിത്സ ഒരു സങ്കീർണമായിട്ടുള്ള ചികിത്സയാണ്. അത് ഒരാൾ മാത്രം തീരുമാനിക്കുന്നതല്ല, അതിലെ പല വിഭാഗങ്ങളുണ്ട്. അപ്പം റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഉണ്ട്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ട്, സർജറി ചെയ്യുന്ന മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരു ടീം വർക്കായിട്ടാണ് നമ്മൾ ക്യാൻസറിനെ ചികിത്സിക്കുന്നതും പ്രതിരോധിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ ചികിത്സ എപ്പോഴും വളരെ നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബയോപ്സി ചെയ്തു അല്ലെങ്കിൽ FNAC ചെയ്തു ഒരു ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ക്യാൻസർ വിദഗ്ധനെ തന്നെ കാണിക്കണം. അതാണ് ബെസ്റ്റ്, അതാണ് നല്ലത്. അത് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സ്റ്റേജിങ് വർക്കപ്പ് എന്ന് പറയും. നമ്മൾ ഏത് സ്റ്റേജിലാണ് ഒരു ക്യാൻസർ ഒരാൾക്ക് വന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കും. ക്യാൻസറിന് 4 സ്റ്റേജുണ്ട്. 1, 2, 3, 4. സ്റ്റേജ് 1, 2, 3, 4. 1ഉം 2ഉം വളരെ ഏർലി സ്റ്റേജാണ്. അത് ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 100% ഭേദമാക്കാൻ പറ്റും. സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ, സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരുന്ന ഏതെങ്കിലും ഒരു ഓർഗൻ, ഇപ്പോൾ ബ്രസ്റ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്റ്റൊമക്ക് ആണെങ്കിലും ശരി, ആ ഓർഗനിൽ മാത്രം കൺഫൈൻഡ് ആണെങ്കിൽ അതിനെ സ്റ്റേജ് 1 എന്ന് പറയും. അതിൻ്റെ ചികിത്സ വളരെ എളുപ്പമാണ്, 100% ഭേദമാക്കാൻ പറ്റും. സ്റ്റേജ് 2 ആണെങ്കിൽ ആ ഓർഗനും അതിൻ്റെ തൊട്ടടുത്തുള്ള കലകളിലോട്ടൊക്കെ ഇത് ബാധിക്കുമ്പോഴത്തേക്കും അതിനെ നമ്മൾ 2ാമത്തെ സ്റ്റേജ് എന്ന് പറയും. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഒരു ഭാഗത്ത് വന്നു, അവിടെ നിന്ന് തൊട്ടടുത്തുള്ള മറ്റ് ഓർഗനിലോട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പം
ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ കക്ഷത്തുള്ള കഴലോട്ട് ബാധിക്കും, അല്ലെങ്കിൽ പിന്നെ വായ്ക്കുള്ള ക്യാൻസർ വന്നാൽ കഴുത്തിലെ കഴലോട്ട്, അതൊക്കെ സ്റ്റേജ് 3 പോകും. അതിനും ചികിത്സയുണ്ട്. പക്ഷേ സ്റ്റേജ് 1, 2 പോലെ 100% നമുക്ക് ഭേദമാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത, ക്യാൻസർ വന്ന് ഒരു ഭാഗത്ത് മാത്രം നിൽക്കില്ല, അത് ബ്ലഡ് സ്ട്രീം വഴി, ബ്ലഡ് വഴിയും ലിംഫാറ്റിക്സ് എന്ന് പറഞ്ഞ ചാനൽസ് വഴിയും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് ഇത് ബാധിക്കും. അതാണ് 4ാമത്തെ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5% പേഷ്യൻസിനെ നമുക്ക് ക്യൂറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റേജിലോട്ട് പോകാൻ സമ്മതിക്കരുത്. കാരണം അതിന് മുന്നേ തന്നെ ചികിത്സിച്ചാൽ നമുക്ക് 1, 2, 100% ഭേദമാക്കാം. 3ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഒരു പരിധിവരെ കൊണ്ടുപോകാൻ പറ്റും. 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ചികിത്സ ചെയ്യാൻ പറ്റില്ല, രോഗിക്ക് രോഗം ഭേദമാവില്ല. ഒരു 5% പേഷ്യൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ചികിത്സയും വളരെ സങ്കീർണമാണ് 4ാമത്തെ സ്റ്റേജിൽ. പക്ഷേ പലപ്പോഴും ഇത്രയും അവയർനെസ്സും ഇതെല്ലാം ഉണ്ട്. കേരളത്തിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ നിരവധി ഉണ്ട്, സംവിധാനങ്ങൾ. എന്നിരുന്നാലും പലപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും പലരും 4ാമത്തെ സ്റ്റേജിലാണ് വരുന്നത്. കാരണം നമ്മളുടെ ശരീരത്തിൽ വരുന്ന ചെറിയ ഈ മാറ്റങ്ങളെ നമുക്ക് ക്യാൻസർ വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്ത് കൊണ്ടുപോവുക. ചിലർക്ക് ക്യാൻസർ ചികിത്സയുടെ ഭയം മൂലം വരാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റിഗ്മ വരും ആൾക്കാർക്ക്. എനിക്ക് ക്യാൻസർ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ക്യാൻസർ ഉണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കാനേ പാടില്ല. തീം തന്നെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. ക്യാൻസർ വന്ന ഒരു രോഗിയെ നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തുന്നുള്ളതാണ് ഇപ്രാവശ്യം തീം തന്നെയാണ്. അപ്പം ഈ ചെറിയ ലക്ഷണങ്ങൾ തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യാതിരുന്നാൽ ക്യാൻസർ നമ്മളുടെ കൈപ്പടിയിൽ ഒതുങ്ങും, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നല്ല ചികിത്സ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ സ്ക്രീനിങ് ഉണ്ട്. നമുക്കിപ്പം നേരത്തെ കണ്ടുപിടിക്കാനുള്ള ചില വിദ്യകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ അല്ല. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രധാനമായിട്ട് സ്ത്രീകളിൽ മാമോഗ്രഫി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റേ ഉണ്ട്. ഈ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് മാമോഗ്രഫി. അതൊരു സിമ്പിൾ എക്സ്റേ ആണ്. സാധാരണ എക്സ്റേയുടെ അത്ര പോലും പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തൊരു എക്സ്റേ ആണ്. പിന്നെ അതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റിനുള്ളിൽ ചെറിയ മുഴകൾ, നമ്മളുടെ കൈകൊണ്ട് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ ആയാലേ നമുക്കത് മുഴ നമ്മൾ നോക്കിയാൽ കിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മുഴകൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ തെളിഞ്ഞു വരും. അത് നോക്കുമ്പം റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിന് അതിൻ്റെ ഒരു ഡൗട്ട് വരുമ്പോൾ അതിൻ്റെ അധികം ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സ്ക്രീനിങ് മാമോഗ്രാം ഉണ്ട്. ഏറ്റവും ഫലപ്രദമായുള്ള വേറൊരു സ്ക്രീനിങ് ആണ് ഈ ഗർഭാശയതല ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പാപ്സ്മിയർ. അപ്പോൾ നമുക്കൊരു ക്യാൻസർ വരണതിന് ഒരു 10-15 വർഷത്തിന് മുമ്പേ തന്നെ പാപ്സ്മിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൽസ്, ഈ പൊഴിഞ്ഞു വീഴുന്ന സെൽസ് ഈ സെർവിക്സിൻ്റെ വെളിയിൽ കിട്ടുകയും അതൊരു മൈക്രോസ്കോപ്പിൽ 2 മിനിറ്റേ ഉള്ള ടെസ്റ്റ് ചെയ്യാനായിട്ട്. ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു വേറൊരു സ്ക്രീനിങ് ടെസ്റ്റ്. അതല്ലാതെ തന്നെ ഈ ബ്ലഡിലെ ചില ടെസ്റ്റുകളുണ്ട്. പുരുഷന്മാരിൽ ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇപ്പം 50 വയസ്സിന് മേളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ മുമ്പൊക്കെ നമ്മൾ അധികം കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മിക്കവാറും എല്ലാ ഒപിയിലും 1-2 പേഷ്യൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട് വരുന്നുണ്ട്. അതിങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ PSA എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റുണ്ട്, പ്രോസ്റ്റേറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ. സിമ്പിൾ ടെസ്റ്റാണ്, എല്ലാ ലാബിലും ചെയ്യും. PSA ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ വളരെ നേരത്തെ കണ്ടുപിടിക്കാനും അതിന് വലിയൊരു ഫലപ്രദമായ വലിയ പ്രയാസമുള്ള ചികിത്സകളൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു ഹോർമോൺ ചികിത്സ, അല്ലെങ്കിൽ ചിലപ്പം മാസം തോറും ഒരു ഹോർമോൺ ഇഞ്ചക്ഷൻ, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് 4ാമത്തെ സ്റ്റേജിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം PSA എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്. പിന്നെ ഈ കുടലിൽ വരുന്ന ക്യാൻസറിലൊക്കെ ഈ CEA എന്ന് പറഞ്ഞിട്ട് ബ്ലഡിൽ ഒരു സീറം മാർക്കറുണ്ട്. അത് ടെസ്റ്റ് ചെയ്താൽ കുടലിൽ വരുന്ന ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സ്ത്രീകളിൽ വരുന്ന അണ്ഡാശയ ക്യാൻസറിന് AFP CA-125 എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ക്യാൻസർ ലക്ഷണങ്ങൾ നമ്മളുടെ ശരീരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ വളരെ ഫലപ്രദമായിട്ട് നിലവിലുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സ്ക്രീനിങ് ടെസ്റ്റ് നിർബന്ധമാണ്. അതിന് വിധേയമാകാത്തവർക്ക് അവരുടെ ഇൻഷുറൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിലും അത് കൊണ്ടുവരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ അത് അങ്ങനെ കാര്യമായിട്ട് നടക്കുന്നില്ല.
ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഒരാൾക്ക് ഒരു ക്യാൻസർ കണ്ടുപിടിച്ചു, ക്യാൻസർ വിദഗ്ധനെ കണ്ടു, അപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കും. അത് പ്രധാനമായിട്ട് സ്റ്റേജിങ് ഇവാലുവേഷനാണ്. നേരത്തെ പറഞ്ഞില്ല 4 സ്റ്റേജുണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് ഏത് സ്റ്റേജിലാണ് ഒരു ക്യാൻസർ വന്നത് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്റ്റേജിങ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ CT സ്കാൻ ഉപയോഗിക്കും, പിന്നെ MRI സ്കാനുണ്ട്, സിമ്പിൾ അൾട്രാസൗണ്ട് സ്കാനുണ്ട്, പിന്നെ ഇപ്പോൾ PET സ്കാൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ CT സ്കാൻ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസകോശ അർബുദം വന്നെന്ന് വെച്ചോളൂ, അപ്പോൾ അത് ശ്വാസകോശത്തിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് ബാധിച്ചിട്ടുണ്ടോ, ലിവറിലെത്തിയിട്ടുണ്ടോ, നോട്ട്സ് വന്നിട്ടുണ്ടോ, ഇങ്ങനെ ബാക്കി ഭാഗങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ക്യാൻസറിൻ്റെ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സ്കാനിങ്ങുകളൊക്കെ ചെയ്യണത്. ഇപ്പോൾ ഗർഭാശയ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ MRI തന്നെയാണ് സജസ്റ്റ് ചെയ്യണത്. അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ നമ്മൾ MRI കാണും. കാരണം ഇതെന്ന് വെച്ചാൽ ഇത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യും, ഏത് രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണെന്ന് ഈ MRI കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ PET സ്കാൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ സ്കാനാണ്. നമ്മളുടെ ശരീരത്തിൽ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള നമ്മുടെ സെൽസിൻ്റെ ഡിവിഷനാണ്. അപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സെൽ ഡിവിഷൻ ആക്ടിവിറ്റി കൂടും. PET സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ സ്കാനായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗത്ത് ക്യാൻസർ വന്നാൽ അവിടെ ഇതിൻ്റെ അതിനകത്ത് ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കും, FDG എന്ന് പറയുന്ന ഡൈ ഇടും. ആ ഡൈ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, കാരണം അവിടെ ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% കൂടുതൽ നമുക്കത് മനസ്സിലാവും. അത് സ്പ്രെഡ് ചെയ്യണ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അവിടെ തന്നെ ഇരിക്കില്ല, കടലുകളോട് ബാധിക്കും, ചിലർക്ക് നട്ടലിൽ ബാധിക്കും, ചിലർക്ക് ലിവറിൽ, ലങ്ങിൽ, പിന്നെ ബ്രെയിനിലൊക്കെ ബാധിക്കും. ഇവിടെ എല്ലാവരുടെയും ബാധിക്കുന്ന കണ്ടുപിടിക്കാനുള്ള ഒറ്റ ടെസ്റ്റ് ഈ PET സ്കാൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഏത് സ്റ്റേജിലാണ് ഒരു രോഗിക്ക് ക്യാൻസർ വന്നെന്ന് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? ആദ്യം അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് ഐഡിയ കിട്ടും. പലപ്പോഴും CT സ്കാൻ വേണ്ടി വരും, MRI സ്കാൻ അല്ലെങ്കിൽ PET സ്കാൻ. ഇത് വെച്ചിട്ട് നമ്മൾ ഏത് സ്റ്റേജാണെന്ന് തീരുമാനിക്കും. സ്റ്റേജ് ഏതാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട്, ഇപ്പോഴത്തെ ക്യാൻസർ ചികിത്സ മുന്നത്തെ പോലെ ഒരു ഡോക്ടർ മാത്രമായിട്ട് ചികിത്സിക്കുന്നതല്ല. അപ്പോൾ സർജൻ കണ്ടു അതിനെ എടുത്ത് മാറ്റി അങ്ങനെ അങ്ങ് വിടുന്നതല്ല. ക്യാൻസർ ചികിത്സ ഫലപ്രദമാവണമെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് ഫോം ചെയ്യും. ഞങ്ങൾ MDT എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൽ ക്യാൻസറിന് തന്നെ പല വിഭാഗത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് സർജൻസ് വരും, കീമോതെറാപ്പി കൊടുക്കുന്ന മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ കൊടുക്കുന്ന ഡോക്ടേഴ്സ്, പിന്നെ പെത്തോളജിസ്റ്റ്, ഇവരെല്ലാവരും കൂടെ ഒരു ടീം ഇരുന്നിട്ടാണ് നമ്മൾ അടുത്ത ചികിത്സ നിശ്ചയിക്കുന്നത്. കാരണം ഓരോ ക്യാൻസറിൻ്റെയും ചികിത്സ വേറെ വേറെയാണ്. പിന്നെ പല ടൈപ്പ് ക്യാൻസറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ബയോപ്സി എടുക്കുമെന്ന് പറഞ്ഞല്ലേ, ബയോപ്സി എടുക്കുന്നത് നമ്മൾ പരിശോധനയ്ക്ക് വിടും, അത് പെത്തോളജിസ്റ്റിന് അടുത്തോട്ട് വിടും. പെത്തോളജിസ്റ്റ് മൈക്രോസ്കോപ്പിൽ സ്പെഷ്യൽ സ്റ്റെയിനൊക്കെ നോക്കിയിട്ട് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതിന് വേറെ സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്നൊക്കെ ചെയ്ത് നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏത് ടൈപ്പാണ്, ഏത് വിഭാഗത്തിലുള്ള മരുന്നാണ് അതിന് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏത് ഗ്രേഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ IHC ഒക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ചികിത്സാ രീതിയിൽ ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ കീമോതെറാപ്പി കൊടുത്ത് ശരീരം മുഴുവനും ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. ഇപ്പോഴങ്ങനെയല്ല. ഈ ക്യാൻസർ സെൽസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആധുനിക മരുന്നുകൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് ഏത് മരുന്നാണ് അവർക്ക് ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള സ്പെഷ്യൽ ടെസ്റ്റുകൾ ഇതെല്ലാം പെത്തോളജിസ്റ്റ് നമുക്ക് ചെയ്തു തരും. ഉദാഹരണമായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിന് കീമോതെറാപ്പി പലപ്പോഴും വേണ്ടി വരും. അതിൻ്റെ കൂടെ HER2 എന്ന് പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റ് കൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ HER2 ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുക്കാൻ പറ്റും. അപ്പം പെത്തോളജിസ്റ്റ് ജോലി അത് കഴിഞ്ഞു. പിന്നെ റേഡിയോളജിസ്റ്റ് വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ടീം വർക്കാണ്. അത് കഴിഞ്ഞിട്ട് സർജൻസ്, പിന്നെ കീമോതെറാപ്പി കൊടുക്കുന്നവർ, റേഡിയേഷൻ കൊടുക്കുന്നവർ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു രോഗിക്ക് ഏത് സ്റ്റേജാണ്, ഏത് ചികിത്സാ രീതിയാണ് ഏറ്റവും ഫലപ്രദമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതിന് ഒരു പ്രധാനപ്പെട്ട ചികിത്സ നിങ്ങൾക്കെല്ലാം അറിയാം, സർജറിയാണ്. സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖം വരുന്ന ഭാഗം മുഴുവനും എടുത്തു മാറ്റി കളയുന്ന ഒരു വലിയൊരു ശസ്ത്രക്രിയയാണ് സർജറി. മിക്കവാറും ഇപ്പം ബ്രസ്റ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ യൂട്രസ് ആണെങ്കിലും ശരി, പിന്നെ കുടലിലാണെങ്കിലും ശരി, സർജറി ഒരു മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ റിമൂവ് ചെയ്യും എന്നൊക്കെ ഉള്ളത് സർജൻസാണ് തീരുമാനിക്കുന്നത്. പക്ഷേ മുമ്പത്തെ പോലെ സർജറി എന്ന് പറഞ്ഞാൽ മ്യൂട്ടിലേറ്റിംഗ് സർജറി ഒന്നും ഇപ്പോൾ ചെയ്യില്ല. സർജറി ചെയ്ത ഉടനെ തന്നെ
അതിന് റീകൺസ്ട്രക്റ്റീവ് സർജറി കൂടെ ചെയ്തിട്ട് ഫലപ്രദമായിട്ട് നമ്മളുടെ ഒരു അവയവം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകാതെ തന്നെ ഉള്ള ആധുനിക ശസ്ത്രക്രിയകളാണ് ഇപ്പോഴുള്ളത്. പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്ന പേഷ്യൻസിന് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ മാസ്റ്റക്ടമി എന്ന് പറയും. ആ ബ്രസ്റ്റ് മുഴുവൻ എടുത്ത് മാറ്റുക, പിന്നെ അതിൻ്റെ കഴലുകൾ മാറ്റുക, അപ്പോൾ അങ്ങനെയുള്ള ശസ്ത്രക്രിയ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ വളരെ കുറച്ച് പേഷ്യൻസിനെ മാസ്റ്റക്ടമി ചെയ്യുകയുള്ളൂ. കൂടുതൽ രോഗികൾക്കും നമ്മൾ ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ BCS, ആ ട്യൂമർ വന്ന ഭാഗം മാത്രം എടുത്തു കളഞ്ഞിട്ട് മാമോപ്ലാസ്റ്റി വഴി അത് റീകൺസ്ട്രക്ട് ചെയ്ത് സാധാരണ രീതിയിലുള്ള ഒരു ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കും. അത് 100% മാസ്റ്റക്ടമിയെക്കാളും ബെറ്ററായിട്ടാണ് അതിൻ്റെ റിസൾട്ട് ആധുനിക പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ശസ്ത്രക്രിയ അതുപോലെ തന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ ബോൺ ട്യൂമർ വരും കുട്ടികൾക്കുള്ളിൽ. ബോൺ ട്യൂമർ വന്നാൽ കാല് മുറിച്ച് മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴങ്ങനെ ഈ ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഇപ്പോഴില്ല. നമ്മൾ ആ ബോൺ തന്നെ അസുഖമുള്ള ഭാഗം മാത്രം മാറ്റിയിട്ട് വേറെ പ്രോസസ്സസ് വെച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ വായ്ക്കുള്ളിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ളെടുത്ത് മാറ്റി ഇവിടം തുറന്നു പോകും. ഇപ്പം അങ്ങനെയല്ല. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് റീകൺസ്ട്രക്റ്റീവ് സർജറി വഴി ഇത് പിന്നെ പ്ലാസ്റ്റിക് സർജറി വഴി അവിടെ എടുത്ത് മാറ്റി ഓൾമോസ്റ്റ് ഒരു നോർമൽ ഷേപ്പ് ഉണ്ടാക്കും. സർജറി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ ഈ മ്യൂട്ടിലേറ്റിംഗ് സർജറി ഇപ്പോഴും നിലവിലില്ല. ആധുനിക സർജൻസ്, പ്രത്യേകിച്ച് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത സർജിക്കൽ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്യാൻസർ സർജൻസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ മിനിമലി ഉള്ള ഒരു ഡിഫക്റ്റൊന്നും കൂടാതെ തന്നെ രോഗിയെ നമുക്ക് തിരിച്ചു കിട്ടും. വയറ്റിനുള്ള ക്യാൻസർ എല്ലാം പലതും ഇപ്പോൾ മിനിമലി ആക്സസ് സർജറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുടലിലെ ക്യാൻസറൊക്കെ നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത്. വലിയൊരു ഇൻസിഷനൊന്നും ഇടേണ്ട കാര്യമേ വരില്ല. അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, അതിന് നമ്മളിപ്പോൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഹിസ്റ്റക്ടമി, അത് വെജൈനൽ ഹിസ്റ്റക്ടമി, ലാപ്രോസ്കോപ്പിക് വെജൈനൽ ഹിസ്റ്റക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദ്വാരമേ കാണുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ രോഗിക്ക് തിരിച്ച് അവരുടെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റും. അപ്പം സർജറിയെക്കുറിച്ചുള്ള ഭയമേ ഇനി വേണ്ട. മനസ്സിലായില്ലേ? രണ്ടാമത് ആൾക്കാർക്ക് ഏറ്റവും ഭയമുള്ളതാണ് കീമോതെറപ്പി. കീമോതെറപ്പിയുടെ സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. കീമോതെറപ്പി എന്ന് പറയുമ്പോഴേ തന്നെ നമുക്ക് പേടിയാണ്. നമ്മുടെ മുടി പോവും, നമ്മൾ ക്ഷീണിക്കും, ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് കുറയും, പിന്നെ ആൻറ്റിബയോട്ടിക്സ് വേണം, ICU അഡ്മിഷൻ വേണം, പിന്നെ ശരീരം കറുത്തു പോവും. ഇങ്ങനെ ഒരുപാട്, പിന്നെ വിശപ്പില്ലായ്മ, ക്ഷീണം, ഇങ്ങനെ ഒരുപാട് പിന്നെ അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളില്ല, അങ്ങനെ ധാരണയാണ് പലർക്കും ഉള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ പുതിയ കീമോതെറാപ്പി വെച്ചിട്ട് ആധുനിക കീമോതെറാപ്പി സൈഡ് ഇഫക്ട്സ് വളരെ കുറഞ്ഞിട്ടുള്ള കീമോതെറാപ്പികളാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ഓരോ രോഗികളുടെയും രോഗാവസ്ഥ അനുസരിച്ചിട്ട് ഉള്ള പുതിയ പുതിയ കീമോതെറാപ്പി ഉണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന കീമോതെറാപ്പി അല്ല നമ്മൾ കുടലിലെ ക്യാൻസറിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കഴുത്തിലെ ക്യാൻസറിന് കൊടുക്കുക. അതിനെല്ലാം പ്രത്യേകം കീമോ ആണുള്ളത്. കീമോതെറാപ്പി കൊടുക്കുമ്പോഴുള്ള ഛർദി ഓൾമോസ്റ്റ് ഒരു 100% തന്നെ നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പിടിച്ച് നിർത്താൻ പറ്റും. പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കീമോതെറാപ്പിയുടെ വേറൊരു സൈഡ് ഇഫക്ട്സ് നമ്മൾ കാണുന്നത് ബ്ലഡിലെ അണുക്കളുടെ ബ്ലഡ് സെൽസിൻ്റെ അളവ് കുറയും. അളവ് കുറയുമ്പം നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധശേഷി കുറയും. പ്രതിരോധശേഷി കുറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരും, ന്യൂമോണിയ വരും, അല്ലെങ്കിൽ വയറിളക്കം വരും. ഇങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല. കീമോതെറാപ്പി കഴിഞ്ഞ ഉടനെ തന്നെ ഈ നമ്മൾ കേൾക്കാമല്ലോ, ഓഡിബിളാണ്. കീമോതെറാപ്പി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബ്ലഡ് കൗണ്ട് കുറയാതിരിക്കാനും അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറയാതിരിക്കാനുള്ള പുതിയ ഇഞ്ചക്ഷൻസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആകപ്പാടെ നമ്മളുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത ഒരെണ്ണം പല കീമോതെറാപ്പിയും മുടി കൊഴിയും. പക്ഷേ എല്ലാ കീമോതെറാപ്പിയും മുടി കൊഴിയില്ല. അഥവാ മുടി കൊഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കോഴ്സ് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസമാണ് മാക്സിമം. 6 മാസം കഴിയുമ്പോൾ പഴയ പോലെ അതിനേക്കാളും ഭംഗിയുള്ള മുടി കിട്ടും. അപ്പോൾ ഈ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പേടിച്ചിട്ട് പലരും ഇപ്പം കീമോതെറാപ്പി കൊടുക്കാൻ നമ്മളെടുത്ത് വരില്ല. പേടിച്ചിട്ട്, ഭയം കൊണ്ട്. പലരും ക്യാൻസർ വന്നെന്ന് നമുക്ക് മനസ്സിലായാൽ പോലും, പ്രത്യേകിച്ച് പഠിത്തമുള്ളവർ പോലും ഈ ഒരു സൈഡ് ഇഫക്ട്സ് നമ്മളുടെ മനസ്സിൽ കണ്ടിട്ട് പേടിച്ചിട്ട് വരാതിരിക്കണവരുണ്ട്. അങ്ങനെ പാടില്ല. കീമോതെറാപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കീമോതെറാപ്പി എടുത്ത് 2 ദിവസം കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഓഫീസിൽ പോണവരുണ്ട്, ജോലിക്ക് പോണവരുണ്ട്. അപ്പം കീമോതെറാപ്പിയെക്കുറിച്ചുള്ള ഭീതി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് റേഡിയേഷൻ. മിക്കവാറും പല ക്യാൻസറിനും നമ്മൾ റേഡിയേഷൻ ചികിത്സ കൂടെ വേണം. റേഡിയേഷൻ കൊണ്ട് മാത്രം 100% ഭേദമാണ് പല ക്യാൻസറുണ്ട്. തൊണ്ടയിലെ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, ഇതിനൊക്കെ റേഡിയേഷൻ മാത്രമേ ഉള്ളൂ ചികിത്സ. 100% ഭേദമാവും. പക്ഷേ റേഡിയേഷനെ കുറിച്ചുള്ള ഭീതി അതിനേക്കാളും ഭയങ്കരമാണ്. റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തിനും
അതിൻ്റെ എഫക്റ്റ് കിട്ടും, ശരീരം കറുത്തു പോവും, നമ്മുടെ അടുത്തുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് റേഡിയേഷൻ്റെ എഫക്റ്റ് കിട്ടും, പിന്നെ ശരീരം ക്ഷീണിക്കും. ഇങ്ങനെ ധാരാളം മിഥ്യാധാരണകൾ റേഡിയേഷനെ കുറിച്ചുണ്ട്. പക്ഷേ അത് നിലവിലുള്ള ആധുനിക റേഡിയേഷൻ സംവിധാനം ലീനിയർ ആക്സിലറേറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയ ടെക്നിക്ക് വെച്ചിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. അതിന് നമ്മൾ IMRT, IGRT അല്ലെങ്കിൽ പിന്നെ റേഡിയോ സർജറി ഇങ്ങനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആധുനിക റേഡിയേഷൻ പുതിയ മെഷീൻ വെച്ചിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രോഗാവസ്ഥ ഉള്ള ഭാഗത്ത് മാത്രം പിൻ പോയിൻ്റ് ചെയ്തിട്ട് 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ ആ ഭാഗത്ത് കിട്ടുകയുള്ളൂ. ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊന്നും കിട്ടില്ല. ഒരു ഭാഗത്തും കിട്ടാതെ തന്നെ നമുക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല റേഡിയേഷൻ്റെ എഫക്റ്റ്, റേഡിയേഷൻ നമ്മൾ ആ മെഷീൻ ഓഫ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടും. വീട്ടിൽ ബാക്കിയുള്ള ഇത് പടരണ ഒരു സംവിധാനമേ അല്ല. റേഡിയേഷൻ വീട്ടിൽ വന്ന് കുട്ടികളെയൊക്കെ എടുക്കുക, അങ്ങനെ പലരും നമ്മുടെ ചോദിക്കും. എൻ്റെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട്, അമ്മയ്ക്ക് റേഡിയേഷൻ എടുക്കുന്നുണ്ട്, കുഞ്ഞമ്മയുടെ അടുത്ത് പോയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയില്ല. ആർക്ക് വേണോ റേഡിയേഷൻ ആ റൂമിൽ നിന്ന് വെളിയിലിറങ്ങുമ്പം അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. അപ്പോൾ റേഡിയേഷനെ കുറിച്ചുള്ള മിഥ്യാധാരണകളൊന്നും വേണ്ട. ഇപ്പോൾ ആധുനിക റേഡിയേഷൻ വെച്ചിട്ട് നമുക്ക് പല പല രോഗങ്ങളും 100% ഭേദമാക്കാൻ പറ്റും. സൈഡ് ഇഫക്റ്റ് വളരെ മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ശരീരം കറുത്തു പോകുന്നതൊക്കെ അതൊക്കെ വെറുതെയാണ്. പഴയ റേഡിയേഷൻ മെഷീനിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആധുനിക റേഡിയേഷൻ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. റേഡിയേഷൻ മിക്കവാറും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് കൺസർവേഷൻ കഴിഞ്ഞാലും റേഡിയേഷൻ വേണം. അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറിന്, സെർവൈക്കൽ ക്യാൻസറിന്, വായ്ക്കുള്ളിലെ ക്യാൻസറിന് ഇതിനെല്ലാം റേഡിയേഷൻ വേണം. പക്ഷേ പാർശ്വഫലങ്ങൾ വളരെ മിനിമലേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാതെ ചികിത്സ സംവിധാനമുള്ള ഒരു സ്ഥലത്ത്, ഇതെല്ലാം ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ സ്പെഷ്യലിസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നിന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് ഫോം ചെയ്ത് ഒരു രോഗിയെ ചികിത്സിക്കുകയാണെങ്കിൽ നല്ല എത്ര സങ്കീർണമായ ക്യാൻസർ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. രോഗിക്ക് ഒരു നോർമൽ ലൈഫ് കിട്ടും. ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോഴും അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുമ്പോഴും ആ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഓഫീസിൽ പോയി പഴയ പോലെ ജോലി ചെയ്യാൻ പറ്റും. റീഹാബിലിറ്റേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്കൊരു ക്യാൻസർ വന്നതെന്ന് പറയുന്നത് നമ്മൾ അവരെ വിട്ടുകളയരുത്. അവരെ ഫാമിലിയും അവരെ നമ്മളുടെ കൂടെ കൊണ്ടുപോകണം. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. എസ്പെഷ്യലി ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ് അവരുടെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും വളരെ പ്രധാനമാണ്. അതിന് ഒരു ഭേദമാവാത്ത അസുഖമാണ്. അവൾക്കൊരു ക്യാൻസർ വന്നു, അവളുടെ ജീവിതം കഴിഞ്ഞു, ആ ഫാമിലി തകർന്നു, അങ്ങനെ വിചാരിക്കാതെ നല്ല രീതിയിൽ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ക്യാൻസറിനെ കുറിച്ചുള്ള ഭയം വേണ്ട. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം വരെ ഒരു ടൈം വെച്ചിട്ട് നമ്മൾ ചികിത്സിച്ച് ഭേദമായെന്നോ ഭേദമായില്ല എന്ന് പറയാൻ പറ്റും. അതേസമയം ഒരു കിഡ്നിയിലോ അസുഖമോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണം. ഇതങ്ങനെ വേണ്ടി വരില്ല. ആ ട്രീറ്റ്മെൻറ്റ് സമയത്ത് മാത്രം മതിയാവും. പിന്നെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ചികിത്സ കൂടെ പ്രധാനമാണ്, തുടർ ചികിത്സ. കാരണം പലപ്പോഴും രോഗം ഒരു ഭാഗത്ത് വന്നാൽ അത് എപ്പോഴെങ്കിലും വേറെ സ്ഥലത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. അത് എല്ലാവരുടെയും മനസ്സിൽ വേണം. കാരണം അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പലപ്പോഴും ഓരോ രോഗത്തിൻ്റെ തോതനുസരിച്ചിട്ട് രീതി അനുസരിച്ചിട്ട് തുടർ ചികിത്സയ്ക്ക് നമ്മളുടെ അടുത്ത് നിർബന്ധിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ടെസ്റ്റ്, ഉദാഹരണത്തിന് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്ന രോഗികളെ നമ്മൾ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ വന്ന് കാണാൻ പറയും. അത് നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, പിന്നെ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അങ്ങ് വെറുതെ വിടും. എന്തെങ്കിലും അഥവാ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കതിനെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. അപ്പം ചികിത്സ, തുടർ ചികിത്സ, ഫോളോ അപ്പ്, റീഹാബിലിറ്റേഷൻ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ക്യാൻസർ രോഗത്തിനെ കുറിച്ച് ഭയപ്പെടാതെ തന്നെ ചികിത്സിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എന്താണ് ക്യാൻസർ എന്ന് സാറ് പറഞ്ഞായിരുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കോശങ്ങൾ തന്നെയാണ്. ഈ സാധാരണ കോശങ്ങൾക്ക് എന്തെങ്കിലും ജനിതകമായ വ്യതിയാനം, മ്യൂട്ടേഷൻസ് സംഭവിക്കുമ്പോൾ ഈ സെൽസ് പെരുകുന്നു. ഈ സെൽസ് പെരുകി ഒരു മുഴയായി മാറുന്നു. അതല്ലെങ്കിൽ ഈ സെൽസ് ബ്ലഡിലൂടെയോ മറ്റ് ചാനൽസിലൂടെയോ മറ്റ് അവയവങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അത് സ്പ്രെഡായ ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാൻസർ. സാധാരണ കോശങ്ങൾക്ക് തന്നെ ജനിതകമായ വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് ഇതൊരു ക്യാൻസറായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ മ്യൂട്ടേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, സാർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞായിരുന്നു. ഈവൻ ഈ അന്തരീക്ഷ മലിനീകരണം പോലും ഒരു കാരണമാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ബോഡിക്ക് എന്ത് കഴിവുണ്ട്? ഇതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്.
അപ്പോൾ പ്രതിരോധിക്കുന്നത് വഴി എന്ത് സംഭവിക്കും? ആ കോശം ഇല്ലാണ്ടാകും. പക്ഷേ പ്രതിരോധിക്കാനുള്ള കഴിവില്ലാത്ത സമയങ്ങളിൽ ഈ സെൽസ് പെരുകുകയും ക്യാൻസറായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രോഗം എപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ രോഗത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഈ രോഗത്തെപ്പറ്റി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട് സിനിമകളുണ്ട് ഈ രോഗത്തെപ്പറ്റി. എന്തായിരിക്കും കാരണം? ബിക്കോസ് ഇത് നമ്മുടെ ശരീരത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല. ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഫാമിലിയെ, നമ്മുടെ സ്പിരിച്വാലിറ്റിയെ, ചുറ്റുവട്ടമുള്ള ആൾക്കാരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ ഡിസീസാണ് ഈ ഒരു ക്യാൻസർ. അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും, ചികിത്സിക്കുന്ന ആൾക്കാരും എല്ലാം അനുഭവങ്ങൾ പുസ്തകങ്ങളായി എഴുതുന്നത്. നെക്സ്റ്റ്, എല്ലാ ക്യാൻസറും ഒന്നാണോ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാൻസറിനെയും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? സാറ് പറഞ്ഞായിരുന്നു ഇല്ലേ, എല്ലാ ക്യാൻസറും ഒന്നല്ല, എല്ലാ ക്യാൻസറുടെ ചികിത്സയും ഒന്നല്ല. ചില ക്യാൻസേഴ്സിൻ്റെ ചികിത്സ പോലും ആവശ്യമില്ല. ചില ബ്ലഡ് ക്യാൻസർ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ പേടിക്കാറുണ്ട്, ഇല്ലേ? പക്ഷേ ചില ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്, CLL എന്നൊക്കെ പറയും, ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. ലുക്കീമിയ എന്നുള്ള പേര് കേട്ടാലേ നമുക്ക് ഭയമാണ്. പക്ഷേ ഈ CLL എന്നുള്ള രോഗത്തിനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പല സാഹചര്യങ്ങളിലും നമ്മൾ ചികിത്സിക്കാറ് പോലുമില്ല. ചില ക്യാൻസേഴ്സ് ഉണ്ട്, വളരെ ടാബ്ലറ്റ്സ് വഴി നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. CML എന്ന് പറഞ്ഞൊരു ക്യാൻസർ ഉണ്ട്, അതും ബ്ലഡ് ക്യാൻസറാണ്. അതിനൊരു ടാബ്ലറ്റ് മാത്രം ഡെയിലി, നമ്മൾ പ്രഷറിനൊക്കെ കഴിക്കുന്നത് പോലെ ഒരു ടാബ്ലറ്റ് മാത്രം ഡെയിലി കഴിച്ചാൽ മതി. അത്രമാത്രം വളർന്നിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ദിവസം തോറും ഇതിന് അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് ഏതാണ് ഏറ്റവും കോമൺ ക്യാൻസർ? ഏറ്റവും കോമൺ ക്യാൻസർ സിസ്റ്റ് എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഏതാണ്? ബ്രസ്റ്റ് ക്യാൻസറാണ്. നമ്മൾ ആഗോളതലത്തിൽ വേൾഡ് വൈഡ് നോക്കിയാലും ഏറ്റവും കോമൺ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. സ്ത്രീകളിൽ നോക്കുമ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. പുരുഷന്മാരിൽ നമുക്ക് ഇപ്പം ലങ് ക്യാൻസറുടെ ഇൻസിഡൻസ് വളരെയധികം കൂടി വരുന്നുണ്ട്. എന്നാലും നോർത്ത് ഇന്ത്യയെ മറ്റ് ഈ റൂറൽ പോപ്പുലേഷനിൽ വായിനകത്ത് കാണുന്ന ക്യാൻസർ തന്നെയാണ് കൂടുതൽ. ഇപ്പോൾ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കോമൺ ആണ്. സാറ് പറഞ്ഞതുപോലെ ഗർഭാശയ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ കോമൺ ആണ്. അണ്ഡാശയ അർബുദം, ഒവേറിയൻ ക്യാൻസർ കോമൺ ആണ്. അതുപോലെ ഗർഭാശയ തല ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ഈ ക്യാൻസേഴ്സൊക്കെയാണ് ഇപ്പം കോമൺ ആയിട്ട് കാണുന്നത്. സർവൈക്കൽ ക്യാൻസറുടെ അളവ് കുറഞ്ഞു വരികയാണെങ്കിലും മറ്റ് ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസറൊക്കെ തന്നെ ഇപ്പോൾ കൂടി വരുന്നൊരു പ്രവണതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം കൂടി വരുന്നുണ്ട്. എന്തായിരിക്കും കാരണം? നമ്മളിപ്പം പണ്ട് എല്ലാവരും പറയാറുണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം കേൾക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ ഇന്നിപ്പം ഒരുപാട് പേർക്ക് ക്യാൻസറായി ഡയഗ്നോസ് ചെയ്യുന്നു. എന്തായിരിക്കാം കാരണം? എന്തായിരിക്കാം കാരണം? ലൈഫ് സ്റ്റൈലിന് വ്യത്യാസങ്ങൾ. ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ? ഫുഡ് ഹാബിറ്റ്സിലുള്ള വ്യത്യാസങ്ങൾ, എക്സസൈസ് ഇല്ലായ്മ, നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അത്. പിന്നെ സ്ട്രെസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ്. സ്ട്രെസ്സ് വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കെമിക്കൽസ് എല്ലാം ഒരുപാടുണ്ടാകും. ഉറക്കത്തിൻ്റെ അളവ് കുറയും. സ്ട്രെസ്സ് കാരണം തന്നെ പല ആൾക്കാരും പുകവലിക്കാനുള്ള സാധ്യതയുണ്ട്, മദ്യപാനം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ അവർ കാരണങ്ങൾ പറയുന്നു. അങ്ങനെയെല്ലാം അതെല്ലാം തന്നെ ക്യാൻസറുടെ കാരണമായി മാറിയേക്കാം. പിന്നെ എന്താണ് കാരണം? ക്യാൻസർ കൂടാനുള്ള കാരണം ഒന്ന്, പണ്ടെന്ന് പറഞ്ഞാൽ 60 വയസ്സെന്ന് പറഞ്ഞാൽ തന്നെ വളരെ വയസ്സായ ഒരാളാണ് അല്ലേ. ഇന്നെന്ന് പറഞ്ഞാൽ 60 വയസ്സെന്ന് പറയുന്നത് ഒരു വയസ്സേ അല്ല. ആൾക്കാർ ഒരുപാട് നാൾ വരെ ജീവിക്കാറുണ്ട്. അപ്പം പ്രായം കൂടുന്നത് തന്നെയാണ് ക്യാൻസർ കൂടാനുള്ളൊരു പ്രധാന കാരണം. അപ്പം പ്രായം നമ്മൾ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയും ഏറുകയാണ് ചെയ്യുന്നത്. അപ്പം ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നത് തന്നെ ക്യാൻസർ കൂടുതലായി വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊരു കാരണം എന്താണ്? നമ്മളിലുള്ള അവബോധം. നമുക്ക് തന്നെ അറിയാം, ഒരു മുഴയാണ്, ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്, ഡോക്ടറിനെ പോയി കാണിച്ചേക്കാം എന്ന് പല ആൾക്കാർക്കും ഇപ്പം അറിയാം ഇല്ലേ. പണ്ടത്തെ പോലെ അല്ല, മുഴ വന്നു ഞാൻ ഭർത്താവിനോട് പറയില്ല അല്ലെങ്കിൽ കുട്ടികളോട് പറയില്ല എന്നൊരവസ്ഥ അല്ല ഇപ്പോൾ. മെജോറിറ്റി ഓഫ് ഫാമിലീസിലും അങ്ങനെയല്ല. ഇപ്പോഴും അങ്ങനത്തെ ചിന്തയുള്ള ആൾക്കാരുണ്ട്. എന്നിരുന്നാലും പല സ്ത്രീകളും വരും, ഡോക്ടർ എനിക്ക് സ്ക്രീൻ ചെയ്യണം,
എനിക്ക് മാമോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്, നമുക്ക് കുറച്ചും കൂടെ അറിയാം, നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് ക്യാൻസർ, അങ്ങനെയും നമുക്ക് ക്യാൻസർ ഡിറ്റക്ഷൻ കൂടുന്നത് വഴിയും ക്യാൻസർ കൂടുന്നതായി ചിലപ്പോൾ രേഖകളിൽ കണ്ടേക്കാം. ഇതെല്ലാം ക്യാൻസർ കൂടുതലായി വരാനുള്ള കാരണങ്ങളാണ്. ഇനി ഇത് എന്നോട് ഇത് പറഞ്ഞു തരണം എനിക്ക്. ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണോ? കൈവെക്കാമോ? ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ മാത്രമേ കാണുള്ളൂ. കൈവെക്കൂലേ? മാത്രമേ കാണുള്ളൂ. ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ പുരുഷന്മാരിലും കാണുമോ ബ്രസ്റ്റ് ക്യാൻസർ? ആരും ഒന്നും പറയുന്നില്ല. അറിയില്ല. ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിലും കാണാം, പക്ഷേ വളരെ റെയറാണ്. അത്ര കോമൺ ആയിട്ടല്ല കാണുന്നത്. പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാം. പക്ഷേ നമുക്ക് അത് അറിയില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും വൈകിയാണ് ഡോക്ടറെ അടുത്തോട്ട് വരുന്നത്. തടിപ്പുണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത് മാറുന്ന തടിപ്പായിരിക്കും, അല്ലെങ്കിൽ കൊഴുപ്പായിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ അത് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിലും കാണാം, പക്ഷെ അത് റെയർ ആയിട്ടാണ് കാണുന്നത്. വേദനയില്ലാത്ത മുഴകളെ നമുക്ക് അവഗണിക്കാം. ശരിയാണോ? അല്ല, വേദനയില്ലാത്ത മുഴയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം. എന്നാൽ എല്ലാ മുഴയും ക്യാൻസർ ആണോ? അല്ല. നമ്മളൊരു ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഒരു 35 വയസ്സ്, 25, 35 ആ വയസ്സിലൊക്കെ ബ്രസ്റ്റിൽ മുഴകൾ കാണാം. അത് കോമൺ ആയിട്ട് ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ സിസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ കോമൺ ആയി കാണുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു മുഴ വന്നാൽ ഡോക്ടറിനെ കണ്ട് അത് ക്യാൻസർ അല്ല എന്നൊന്ന് ഉറപ്പിക്കണം. അപ്പോൾ എല്ലാ മുഴയും നമ്മൾ ഭയപ്പെടേണ്ട. പക്ഷേ നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ പറയുന്നത് പോലെ ജാഗ്രതയാണ് വേണ്ടത്. ഡോക്ടറിനെ വന്ന് കാണണം. മാമോഗ്രാം വേദന എടുക്കുന്ന ടെസ്റ്റാണ്. എന്താണ് മാമോഗ്രാം? സാറ് പറഞ്ഞായിരുന്നു എന്താണ് മാമോഗ്രാം എന്ന്. എന്താണ് മാമോഗ്രാം? എന്താണ്? CT സ്കാൻ ആണോ? എക്സ്റേ ആണ് അല്ലേ? ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ ആണ് മാമോഗ്രാം. അത് സാറ് പറഞ്ഞതുപോലെ നമുക്ക് ആ തടിപ്പ് വലുതാവുന്നതിന് മുൻപ് തന്നെ ചെറിയ തടിപ്പുകളാകുമ്പോൾ പോലും കണ്ടെത്താം. അത് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യുകയാണെങ്കിൽ മാമോഗ്രാം പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല. സമയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പീരിയഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ മാമോഗ്രാം ചെയ്യുവാണെങ്കിൽ അത് വേദന എടുക്കുന്ന ഒരു ടെസ്റ്റ് അല്ല, അതൊരു എക്സ്റേ ആണ്. ഇനി ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആൾക്കാർക്കെല്ലാം ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം. ആ അവയവത്തിൽ ക്യാൻസർ വന്നിരിക്കുകയല്ലേ, അപ്പോൾ ആ അവയവം മാറ്റണ്ടേ? വേണ്ടേ? വേണ്ട. ബ്രസ്റ്റേ മാറ്റണ്ട. ബ്രസ്റ്റ് മാറ്റണോ? ബാധിച്ച ഭാഗം മാത്രം ആണോ? അപ്പം മറ്റ് ബാക്കിയുള്ള ബ്രസ്റ്റിൽ വരത്തില്ലേ ക്യാൻസർ? വരില്ലേ? പറയൂ. നമുക്കിപ്പം ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഉണ്ട്. അതായത് ഒരു ഭാഗത്തെ മുഴ വന്നാൽ നമുക്ക് കീമോതെറാപ്പിയോ ഹോർമോൺ ചികിത്സയോ വഴി നമുക്ക് ആ മുഴയെ ചുരുക്കി ആ ഭാഗം മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ഇതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അവസ്ഥകളിലും, ചില അവസ്ഥകളിൽ നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട്, ബ്രസ്റ്റ് ഫുൾ മാറ്റേണ്ടി വരാറുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് കേസസിലും നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി പോസിബിൾ ആണ്. അഥവാ നമുക്ക് മാറ്റേണ്ടി വന്നാൽ പോലും നമുക്ക് മറ്റ് അവയവങ്ങളിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള ഫാറ്റോ മസിലോ ഉപയോഗിച്ച് റീകൺസ്ട്രക്ഷൻ ചെയ്യാനും പോസിബിളാണ്. ഇനി ഇത് ശരിയാണോ? പ്രായമായവരിൽ മാത്രമേ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും വരുള്ളൂ. ശരിയാണോ? ചെറുപ്പക്കാരിലും വരാം, പക്ഷെ കൂടുതൽ കാണുന്നത് പ്രായമായവരിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും, അതായത് ഒരു 50 വയസ്സിന് ശേഷമൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ചെറുപ്പക്കാരിൽ വരാം. ചെറുപ്പക്കാരിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ കുറച്ച് അഗ്രസീവാണ്, സ്വഭാവം കുറച്ച് മോശമുള്ള ടൈപ്പാണ് ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ കോമൺ ആയി കാണുന്നത് എൽഡർലി പോപ്പുലേഷനിലാണ്. പിന്നെ പാരമ്പര്യമായിട്ട്, അതായത് കുടുംബത്തിൽ വേറെ ആർക്കും ക്യാൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാൻസർ വരാൻ സാധ്യതയില്ല. ശരിയാണോ? ഇത് പ്രത്യേകം പറയാൻ കാരണം, ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻറ്റിന് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അപ്പം പേഷ്യൻറ്റിന് 40 വയസ്സേ ഉള്ളൂ. അപ്പോൾ പേഷ്യൻ്റ് വിചാരിച്ചു എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ക്യാൻസർ ഇല്ല, അപ്പോൾ എനിക്കിത് ക്യാൻസർ ആവാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഡോക്ടറിനെ കാണിച്ചില്ല.
പിന്നെ എന്ത് സംഭവിച്ചു? പേഷ്യൻറ്റിന് ഡ്രസ്സ് ഇടുമ്പോഴെല്ലാം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ ഇവിടെ ഒരു എസിമെട്രി ആണല്ലോ, ഇവിടെ തടിപ്പ് കൂടുതലാണോ എന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പേഷ്യൻ്റ് ഒ പിയിൽ വരുന്നത്. അപ്പോൾ തന്നെ സാറ് പറഞ്ഞതുപോലെ അത് 3ാമത്തെ സ്റ്റേജിലുള്ള, ഭാഗ്യവശാൽ 4ാമത്തെ സ്റ്റേജ് ആയില്ല, 3ാമത്തെ സ്റ്റേജിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യമായി ഫാമിലി ഹിസ്റ്ററി എപ്പോഴും വേണമെന്നില്ല. ഒവേറിയൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്തായാലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ക്യാൻസറാണ്, ആണോ? അണ്ഡാശയ അർബുദം ചികിത്സിക്കാൻ പറ്റുന്ന ക്യാൻസറാണോ? ഒവേറിയൻ ക്യാൻസറിനെയും നമുക്ക് ഫലപ്രദമായി കീമോതെറാപ്പി, ടാർഗറ്റഡ് ഏജൻറ്റ്, സർജറി ഇതെല്ലാം വെച്ച് ചികിത്സിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് എന്തുണ്ട്? മാമോഗ്രാം ഉണ്ട് നേരത്തെ കണ്ടെത്താൻ. പക്ഷെ ഓവേറിയൻ ക്യാൻസറിന് അങ്ങനെ ടെസ്റ്റ് ഉണ്ടോ നേരത്തെ കണ്ടെത്താൻ? അണ്ഡാശയ അർബുദത്തിന് ടെസ്റ്റ് ഉണ്ടോ? നിലവിൽ ടെസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ രോഗലക്ഷണങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം 4 രോഗലക്ഷണങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണം. ഈ ക്ലാസ് കഴിഞ്ഞ് ഓർത്ത് വെക്കേണ്ട 4 ലക്ഷണങ്ങളാണ്. 1 ബ്ലോട്ടിംഗ്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും വയറ് വീർത്ത് കെട്ടിയിരിക്കുന്ന പോലത്തെ അവസ്ഥ. 2 യൂറിനറി കംപ്ലയിൻസ്. എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു, ഈ കാര്യങ്ങൾ. 3 ഏർലി സെറ്റൈറ്റി. ഏർലി സെറ്റൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിച്ചാൽ തന്നെ മതിയെന്ന് തോന്നുന്ന അവസ്ഥ. ഓക്കെ. 4 അടിവയർ വേദന, നടുവേദന. ഇത് നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു മാസത്തിൽ 15 ദിവസത്തിൽ കൂടുതൽ കണ്ടാൽ, ഓക്കെ, പലപ്പോഴായിട്ട് കണ്ടാലാണ് നമുക്കിതിൻ്റെ ശ്രദ്ധ വരേണ്ടത്. കൂടുതലും എന്താണ്? ആർത്തവ വിരാമം കഴിഞ്ഞ ആൾക്കാർക്ക്, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇത്തരം സിംറ്റംസ് ഇടയ്ക്കിടയ്ക്കുണ്ടെങ്കിൽ ഇത് ഗ്യാസാണ്, അല്ലെ ഗ്യാസ്ട്രൈറ്റിസ് ആണ്, ദഹനക്കേടാണെന്ന് വിചാരിക്കാതെ ഒരു സ്കാൻ എടുത്ത് നോക്കിയാൽ മതി. ഒരു സ്കാൻ എടുത്ത് നോക്കി ഓവറിയുടെ വലിപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിംറ്റംസ് നമ്മൾ കൃത്യമായി ഓർമ്മയിൽ വെച്ചേക്കണം. ക്യാൻസർ കനോട്ട് ബി പ്രിവെൻറ്റഡ്. ശരിയാണോ? ക്യാൻസർ വരും, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, ആണോ? ക്യാൻസറിനെ തടയാൻ പറ്റുമോ? ഈ പറഞ്ഞ പോലെ പറ്റൂല. പറ്റും. ഒരു പരിധി വരെ നമുക്ക് ക്യാൻസറിനെ തടയാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി വ്യത്യാസങ്ങളെയൊക്കെ ഒന്ന് ശരിയാക്കി, ഈ വ്യതിയാനങ്ങളെയൊക്കെ ഒന്ന് ശരിയാക്കി. മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ഈ സെർവൈക്കൽ ക്യാൻസർ. ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ടാവും. HPV വാക്സിൻ ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ പല വൈറസുകൾ ക്യാൻസർ ഉണ്ടാക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു വൈറസാണ് ഹ്യൂമൻ പാപ്പില്ലോമ വൈറസ്, HPV എന്നുള്ളൊരു വൈറസ്. ഈ HPV വൈറസ് സർവ്വസാധാരണമായി കാണുന്ന ഒരു വൈറസാണ്. പക്ഷെ അതിൽ ചില സ്പെഷ്യൽ ടൈപ്പുകളുണ്ട്, ഹൈ റിസ്ക് ആയിട്ടുള്ള HPV. ഈ ഹൈ റിസ്ക് HPV നമ്മുടെ ശരീരത്തിൽ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസറായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് HPVയുടെ എതിരെ നമുക്ക് വാക്സിൻ ഉണ്ട്. ഈ വാക്സിൻ എടുക്കുന്നത് വഴി നമുക്ക് ഈ ഗർഭാശയ മുഖ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായി സാധിക്കും. അതൊരു നല്ല കാര്യമല്ലേ? അത് എടുക്കേണ്ടത് ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുൻപാണ് എടുക്കാനുള്ളത്. കൂടുതലും പ്രായം എന്ന് പറയുന്നത് 9 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളും കുട്ടികളും, അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും എടുക്കണം. എന്താന്ന് പറഞ്ഞാൽ ഇത് സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല HPV ഉണ്ടാക്കുന്നത്. HPVക്ക് പിനൈൽ ക്യാൻസർ, വെജൈനൽ ക്യാൻസർ, ഓറോഫാരഞ്ചിയൽ ക്യാൻസർ, അങ്ങനെ തൊണ്ടയിലുള്ള ക്യാൻസർ, ഇത് എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കാരണം HPV വാക്സിൻ 9നും 26 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ എടുക്കണം എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ അത് പലതരത്തിലുള്ള വാക്സിൻ ഉണ്ട്. അത് ഒരു ക്വാഡ്രിവാലൻറ്റ് വാക്സിൻ, നാനോവാലൻറ്റ് വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് പല വാക്സിൻസ് ഉണ്ട്. നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പറഞ്ഞ ക്വാഡ്രിവാലൻറ്റ് വാക്സിൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കോസ്റ്റ് കുറവാണ്. നമുക്ക് 3 ഡോസാണ് എടുക്കാനുള്ളത്. കോസ്റ്റ് കുറവാണ്. അതിപ്പോൾ വീണ്ടും കോസ്റ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഉപയോഗിക്കുകയും വേണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്തത് അപ്പം ക്യാൻസറിൻ്റെ കാരണങ്ങളും സാറ് പറഞ്ഞു. അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്, സ്മോക്കിംഗ്, ഇതെല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളാണ് എന്തെല്ലാം? നമുക്ക്
പാരമ്പര്യമായി ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധ്യതയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പിന്നെ പ്രായം നമുക്ക് മുന്നോട്ട് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രായത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ്. നമ്മൾ ഈ ആഞ്ചലീന ജോളിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആഞ്ചലീന ജോളി ഹോളിവുഡ് ആക്ട്രസ് ഉണ്ട്. ആഞ്ചലീന ജോളിയെ ഞാൻ ഇന്നിപ്പോൾ പറയാൻ കാര്യം എന്താ? ആഞ്ചലീന ജോളിക്ക് ക്യാൻസർ ഉണ്ടോ? ഇല്ല. പക്ഷേ ആഞ്ചലീന ജോളിയുടെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ആഞ്ചലീന ജോളിക്കും ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു മ്യൂട്ടേഷൻ ഉണ്ട്, ജനിതകമായ വ്യതിയാനം ഉണ്ടെന്ന് മനസ്സിലായി. BRCA എന്ന് പറഞ്ഞുള്ള അത് നമ്മുടെ ബോഡിയിലെല്ലാം ഉള്ളതാണ്. പക്ഷേ ആഞ്ചലീന ജോളിയുടെ ബോഡിയിൽ ആ ഒരു ജീൻ മ്യൂട്ടേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അത് കാരണം എന്ത് സംഭവിക്കാം? ബ്രസ്റ്റ് ക്യാൻസർ വരാം, ഓവേറിയൻ ക്യാൻസർ വരാം, മറ്റനവധി ക്യാൻസേഴ്സ് വരാം. അപ്പോൾ അതുകൊണ്ട് ആഞ്ചലീന ജോളി എന്ത് ചെയ്തു? 2 ബ്രസ്റ്റും എടുത്ത് മാറ്റി. ഓക്കെ, പ്രൊഫൈലാറ്റിക് മാസ്റ്റക്ടമി എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചില ജനിതകമായ വ്യതിയാനങ്ങൾ കാരണവും ക്യാൻസർ വരാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്കൊരു ജനിതകമായ വ്യതിയാനം ഉണ്ട് ഒരാൾക്കെന്ന് വിചാരിക്കൂ. പക്ഷെ അയാൾ പുകയും കൂടെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്മോക്കും കൂടെ ചെയ്ത് എന്ത് പറ്റും? റിസ്ക് പിന്നെയും കൂടുന്നു. ആൽക്കഹോൾ ഉപയോഗിച്ചാൽ എന്ത് പറ്റും? റിസ്ക് പിന്നെയും കൂടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് ക്യാൻസറിനെ ഡിലേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതെല്ലാമാണ് ക്യാൻസർ വരാനുള്ള, ഈ സ്ത്രീകളിലെ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ. ഒന്ന്, പ്രായം കൂടുന്നത്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള മറ്റ് കുറച്ച് കാരണങ്ങളും കൂടെ പറയാം. ഒന്ന്, നമ്മുടെ ബോഡിയിൽ ഈ സ്ത്രീകളുടെ ഹോർമോണാണ് ഈസ്ട്രജൻ, ഇല്ലേ? ഈ ഈസ്ട്രജൻ കൂടിയിരിക്കുന്ന അവസ്ഥകൾ, അതായത് നേരത്തെ തന്നെ മെനാർക്കി ആവുക, പീരിയഡ്സ് ആദ്യം വരുന്നത്, ആർത്തവ ആരംഭം നേരത്തെ ഉണ്ടാവുക, അല്ലെങ്കിൽ ആർത്തവ വിരാമം വൈകി ഉണ്ടാവുക. അപ്പോൾ അത്രയേ സമയം ഈസ്ട്രജൻ എക്സ്പോഷർ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യം കുട്ടി ഉണ്ടാകുന്നത്, ഫസ്റ്റ് ചൈൽഡ് ബർത്ത് 35 വയസ്സിന് ശേഷമാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈസ്ട്രജൻ എക്സ്പോഷർ കൂടി, അപ്പോഴും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. മുലയൂട്ടാത്ത അവസ്ഥ, അതായത് 2 വർഷമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടണം എന്നുള്ളതാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. ഇങ്ങനെ ചെയ്യാത്ത അവസ്ഥ, കുട്ടികളില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹോർമോൺ ചികിത്സ എടുത്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ചെറിയ ഒരു റിസ്ക് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു റിസ്ക് മനസ്സിലാക്കി നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ മാമോഗ്രാം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല, ഞാൻ അറിയാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ മുഖ ക്യാൻസർ വരാനുള്ള കാരണം മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുക, ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടാവുന്നത് വഴി സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള HPV അണുബാധ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. HPV അണുബാധ വരുന്നത് വഴി, ഹൈ റിസ്ക് HPV വരുന്നത് വഴി ക്യാൻസർ കോശങ്ങൾ അവരുടെ ബോഡിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ PCOD. എന്താണ് PCOD? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, ഓവറിയിൽ സിസ്റ്റ് കാണുന്ന അവസ്ഥ. പല സ്ത്രീകളിലും ചെറുപ്പക്കാർക്കും കാണുന്നൊരു കാര്യമാണ് PCOD എന്ന് പറയുന്നത്. ഈ PCOD എന്ന് പറയുന്നത് അത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു രോഗമാണിപ്പം. അതിന് അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലല്ല. നിലവിലുള്ള പഠനങ്ങൾ വഴി അങ്ങനെ ഒരു ക്യാൻസറസ് റിസ്ക് കൂടുതലായി കാണിക്കുന്നില്ല. അതുപോലെ ഫൈബ്രോയിഡിന് ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഫൈബ്രോയിഡും ക്യാൻസറും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണോ? ഫൈബ്രോയിഡ് സാധാരണ ഈ പറഞ്ഞ പോലെ ആർത്തവ വിരാമം കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് ചുരുങ്ങണം. ബിക്കോസ് ഈ ഫൈബ്രോയിഡിനെയും വളം എന്താണ്? ഈസ്ട്രജനാണ്. സ്ത്രീകളുടെ ഹോർമോണാണ് ഫൈബ്രോയിഡിനെ വളർത്തുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഹോർമോൺ കട്ടാവുമ്പോൾ ഫൈബ്രോയിഡ് ചുരുങ്ങേണ്ടതാണ്. പക്ഷെ ചുരുങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സൈസ് വളരെ കൂടുതലാണെങ്കിൽ അത് ക്യാൻസർ ആകാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. ചെറിയ സാധ്യത. അപ്പോൾ ഫൈബ്രോയിഡ് എല്ലാം ക്യാൻസർ അല്ല, പക്ഷെ ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുണ്ട്, വളരെ ചെറിയ സാധ്യത. അതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അവരുടെ ഫോളോ അപ്പിൽ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ OCPs കഴിക്കുന്നത് വഴി ക്യാൻസർ വരാമോ? ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നത് വഴി ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ?
അങ്ങനെ അധികം പഠനങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങനെ കഴിക്കുന്നത് വഴി ചില ക്യാൻസേഴ്സിന് പ്രൊട്ടക്ഷനാണ്, ചില ക്യാൻസേഴ്സ് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന സിംറ്റം എന്താണ്? മുഴ വരുന്നത്, വേദനയില്ലാത്ത മുഴ വരുന്നത്. പക്ഷെ വേദന ഉള്ള മുഴയും വന്നേക്കാം, പക്ഷെ കോമൺ ആയിട്ട് കാണുന്നത് വേദനയില്ലാത്ത മുഴ. നിപ്പിളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, പ്രത്യേകിച്ച് രക്തക്കറ പുരണ്ട ഡിസ്ചാർജ്, ഒരു മാറിൽ നിന്ന് മാത്രമേ വരുന്ന ഡിസ്ചാർജ്, ഇങ്ങനത്തെ ഡിസ്ചാർജ് എല്ലാം ബ്രസ്റ്റ് ക്യാൻസറുടെ ലക്ഷണമായേക്കാം. അല്ലെങ്കിൽ കക്ഷത്ത് കാണുന്ന കഴലകൾ, ഇത് ബ്രസ്റ്റ് ക്യാൻസറുടെ ലക്ഷണമായേക്കാം. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് ക്യാൻസർ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് പോയാൽ അതനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ, ഫോർ എക്സാമ്പിൾ നടുവേദന അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ഇങ്ങനത്തെ ലക്ഷണങ്ങളും വന്നേക്കാം. പിന്നെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർത്തവ വിരാമം കഴിഞ്ഞ് ബ്ലീഡിങ് വന്നാൽ, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, നിർബന്ധമായും ഡോക്ടറിനെ കാണിക്കണം. പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറുടെ ഏറ്റവും പ്രധാന ലക്ഷണമാണ്. നിർബന്ധമായും ഡോക്ടറിനെ കാണിക്കണം. തെറ്റി വരുന്ന പീരിയഡ്സ്, അതായത് അതൊക്കെ ഹോർമോൺ ചേഞ്ചസ് കാരണമാണ് കൂടുതലും വരുന്നത്. എന്നാലും സെർവൈക്കൽ ക്യാൻസറുടെ ഒരു ലക്ഷണമായേക്കാം. അതായത് ബ്ലീഡിങ് നമുക്ക് ഈ മാസം വന്നു, അടുത്ത മാസം വരുന്നതിന് മുൻപ് തന്നെ പീരിയഡ്സ് വന്നു, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. സിമ്പിളായിട്ടൊരു പെൽവിക് എക്സാമിനേഷൻ വഴി തന്നെ അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കും. ഇതൊന്നും പേടിപ്പിക്കാൻ പറയുന്നതല്ല, നമ്മളത് മനസ്സിലാക്കി ശ്രദ്ധയിൽ വെക്കാനായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. സിംറ്റം റെക്കഗ്നേഷനാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് വന്നാലേ നമുക്ക് ഡോക്ടറിനെ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലേ? അപ്പം നമ്മൾ ഡോക്ടറെ അടുത്തോട്ട് വരണം. അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ് ഞാനും സാറും ഇപ്പോൾ തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാന ലക്ഷണങ്ങൾ. നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. പിന്നെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതായത് തുടർച്ചയായി പേഴ്സിസ്റ്റൻ്റായി നിൽക്കുന്ന സിംറ്റംസ്, ചുമയാണെങ്കിൽ വിട്ടുമാറാത്ത ചുമ, ചുമയ്ക്കുമ്പോൾ രക്തക്കറ വരുന്നത്, അങ്ങനത്തെ ഉള്ള തുടർച്ചയായി നിൽക്കുന്ന ഗ്യാസ്ട്രൈറ്റിസ്, അല്ലെങ്കിൽ നമുക്ക് മലം പോകാനുള്ള ബുദ്ധിമുട്ട് തുടർച്ചയായി നിൽക്കുന്നു, അല്ലെങ്കിൽ മലം പോകുന്നു മലം പോകാതിരിക്കുന്നു, മലം പോകുന്നു പോകാതിരിക്കുന്നു, ഓൾട്ടറേഷൻ ഇൻ ബവൽ ഹാബിറ്റ്സ്, ഇതെല്ലാം തുടർച്ചയായി നിന്നാൽ ഡോക്ടറിനെ കാണിക്കാൻ മടിക്കരുത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൽ ചിലപ്പോൾ നിപ്പിൾ അകത്തോട്ട് കയറുന്ന അവസ്ഥ ഉണ്ടാവാം, ബ്ലീഡിങ് വരുന്ന അവസ്ഥയാവാം, തൊലിപ്പുറത്ത് വ്യത്യാസം വരാം. ഇതെല്ലാം തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആയേക്കാം. ഓവേറിയൻ ക്യാൻസറിൽ നമ്മൾ സിംറ്റംസ് പറഞ്ഞു. എന്തൊക്കെയാണ് സിംറ്റംസ്? വയറ് വീർത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥ, യൂറിനറി കംപ്ലയിൻസ്, കുറച്ച് കഴിച്ചാൽ തന്നെ മതിയെന്ന് തോന്നുന്ന അവസ്ഥ, അടിവയർ വേദന. മറക്കരുത്. ശരി, നെക്സ്റ്റ്. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. സെർവൈക്കൽ ക്യാൻസറിനാണെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് വരിക, ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക, വേദന വരിക, ഇതെല്ലാം തന്നെ സെർവൈക്കൽ ക്യാൻസറുടെ ലക്ഷണമായേക്കാം. പിന്നെ ഇതൊരു പ്രധാന കാര്യമാണ്. എന്ന് വെച്ചാൽ രോഗിക്ക് വരുന്ന സിംറ്റംസിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്, ഇല്ലേ? ഇത്തരം സിംറ്റംസ് വന്ന് നമ്മൾ ക്യാൻസർ ആണോ എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും സിംറ്റംസ് വരും, ഇല്ലേ? പേടി വരും, സ്വഭാവത്തിന് വ്യത്യാസം വരും, ഇല്ലേ? എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള പല ആസ്പെക്ട്സും ഉള്ള ഒരു ഡിസീസാണ് ക്യാൻസർ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട്, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻഫോർമേഷൻ എല്ലായിടത്തു നിന്നും കിട്ടും, ഇല്ലേ? യൂട്യൂബിൽ ക്യാൻസർ നടിച്ചാൽ തന്നെ 1000 വീഡിയോസ് വരും. പല ആൾക്കാരും ക്യാൻസറിനെ പറ്റി സംസാരിക്കും. പഞ്ചസാര കഴിച്ചുകൂടാ, പാല് കുടിച്ചുകൂടാ, പിന്നെ എന്തുവാണ്, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പം ആൾക്കാരുടെ ഉപദേശം കാരണം. ഞാൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ മനസ്സിലാക്കി അതനുസരിച്ച് വേണം ഈവൻ രോഗികളെ പോലും സമീപിക്കാൻ. നമ്മളെല്ലാവരും ഉപദേശം കൊടുക്കാൻ മിടുക്കരാണ്, അല്ലേ? ഒരു രോഗി വന്നിട്ട്, അവർ ഒരു മലാശയ ക്യാൻസറുള്ള രോഗിയാണ്. അവർ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുമായിരുന്നു. അപ്പോൾ അവരുടെ രോഗമൊക്കെ മാറി അവർ അത്രയും നാളും പോയില്ല. എന്നിട്ട് അവർ ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ സ്ഥിരമായി വരുന്ന മറ്റൊരു വ്യക്തി പറയുകയാണ്, ഇങ്ങനെയൊന്നും അമ്പലത്തിൽ വരണ്ട, എന്തായാലും രോഗം ഇനി തിരിച്ചു വരുമല്ലോ.
അവർ 6 മാസം രോഗത്തിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അവർ ഡെഫിനറ്റ്ലി എല്ലാവർക്കും പേടിയുണ്ടാവും ഇല്ലേ? അതെല്ലാം കഴിഞ്ഞ് പേടിയെല്ലാം മാറ്റി ജീവിതത്തിലേക്ക് പോകുമ്പം സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈ അവസരത്തിൽ. ഒരാൾക്ക് ഇപ്പം നമുക്ക് എല്ലാ രോഗികളെയും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല അല്ലേ? ചില സമയത്ത് രോഗികൾ സിക്കാവും, നമ്മൾ ചിലപ്പം അവർ മോശമാണെന്ന് നമുക്ക് പറയേണ്ടതായി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും കാണാൻ വരും അല്ലേ? രോഗിക്ക് വയ്യായിരിക്കും, പക്ഷെ രോഗിയെ എല്ലാവരും കാണാൻ വന്ന് ബെഡിന് ചുറ്റും കൂടി സഹതപിച്ചു കൊണ്ടേയിരിക്കും. ഇതെന്ത് ഗുണമുണ്ടാവും അല്ലേ? നമ്മളിതെന്തിനാണ് ചെയ്യുന്നത്? സൊസൈറ്റിയെ പേടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത് അല്ലേ? അതിനേക്കാളും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നമ്മൾ രണ്ടുപേരായി പോയി കാണണം. നമ്മൾ കാണണം, ഡെഫിനറ്റ്ലി നമ്മൾ കാണണം. പക്ഷെ 2 പേരായി പോയി കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പഴയ പോസിറ്റീവ് ഓർമ്മകൾ പറഞ്ഞു കൊടുക്കാം അല്ലേ? നമുക്ക് അങ്ങനെ സംസാരിക്കാം, കുടുംബക്കാരോടും അങ്ങനെ സംസാരിക്കാം. പക്ഷെ നമ്മളവിടെ ചുറ്റും കൂടി സഹതപിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് വഴി രോഗിയുടെ അവസ്ഥ വീണ്ടും മോശമാവും. അതുകൊണ്ട് എപ്പോഴും മനസ്സും ശരീരവും കണക്റ്റഡാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് വെച്ചേക്കണം. നെക്സ്റ്റ്, അപ്പോൾ ടൈംലി ഡയഗ്നോസിസ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്കൊരു ഇതാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. ആ സൈഡിൽ കാണുന്നത് ഒരു എക്സ്റേ മെഷീനിൽ ബ്രസ്റ്റ് വെച്ച് കംപ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പം ബയോപ്സി ടെസ്റ്റ് എടുക്കണം. ബയോപ്സി ടെസ്റ്റ് എടുക്കുമ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബയോപ്സി വേണോ? ക്യാൻസർ തീരുമാനിക്കാൻ പെറ്റ് സ്കാൻ പോരെ? ബയോപ്സി നിർബന്ധമാണോ? ബയോപ്സി നിർബന്ധമാണ്. അല്ല എന്ന് വിചാരിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ ബയോപ്സി എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരുണ്ടോ? ബയോപ്സി വേണം അല്ലേ? നിർബന്ധമായും ബയോപ്സി വേണം. ബയോപ്സി ഉണ്ടെങ്കിലേ ക്യാൻസർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സാറ് പറഞ്ഞ പോലെ ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. ചിലതിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ്, ചിലതിന് കീമോയാണ്, ചിലതിന് ആദ്യം സർജറിയാണ്. ഇത് തീരുമാനിക്കണമെങ്കിൽ എന്ത് ടൈപ്പാണെന്ന് അറിയാതെ ഒരു നിവർത്തിയുമില്ല. ചില ക്യാൻസേഴ്സിന് മാത്രമേ ബയോപ്സി ഇല്ലാതെ നമ്മൾ ചികിത്സ മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ 95% ക്യാൻസറിനും ബയോപ്സി നിർബന്ധമാണ്. ബയോപ്സി വേണം, സർജറി വേണം. പിന്നെ ഡിസീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് CT സ്കാനോ MRIയോ പെറ്റ് സ്കാനോ അങ്ങനെയുള്ള ടെസ്റ്റുകളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പോലെ മാമോഗ്രാം. റിപ്പോർട്ട് ഏകദേശം ഇങ്ങനെയാണ് മാമോഗ്രാം ഇരിക്കുന്നത്. ഇനി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തു, ബ്രസ്റ്റിലൊരു മുഴയുണ്ട്, മാമോഗ്രാം ചെയ്തു, ബയോപ്സി എടുത്തു, ടെസ്റ്റിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടു. ആരെയാണ് കാണിക്കേണ്ടത്? സർജനെയാണോ? ബ്രസ്റ്റ് നമുക്ക് ഉടനെ എടുത്ത് മാറ്റാനായിട്ട് സർജനെ കാണിക്കണോ? ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണോ? ഫിസിഷ്യനെ കാണിക്കണോ? ആരെയാണ് കാണിക്കേണ്ടത്? ഓങ്കോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. ശരി. ഇനിയിപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മനസ്സിലാക്കി, യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടായി, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആരെയാണ് കാണിക്കേണ്ടത്? യൂറോളജിസ്റ്റിനെയാണോ? ആരെയാണ് കാണിക്കേണ്ടത്? ഇതിനകത്ത് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ ഒരു ഓങ്കോളജി കെയർ ആണ് ആവശ്യം. ഇതിന് ഇപ്പം ഞാൻ ഓങ്കോളജിസ്റ്റോ സാർ ഓങ്കോളജിസ്റ്റോ ആയതുകൊണ്ടല്ല ഈ കാര്യം പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഓരോ ദിവസം കഴിയും തോറും ഇതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു, ചില ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് ആദ്യം സർജറി വേണം. പക്ഷെ അത് വളരെ ചെറിയ മുഴയാണെങ്കിൽ, മുഴയ്ക്ക് വലിപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക ടൈപ്പിലുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് ആദ്യം കീമോയാണ് വേണ്ടത്. കീമോതെറാപ്പി ചെയ്തിട്ട് വേണം നമ്മൾ സർജറി ചെയ്യാൻ. പിന്നെ ഇനി മലാശയ അർബുദമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ സർജറി അല്ല, ആദ്യമേ സർജറി ചെയ്താൽ ചിലപ്പോൾ ഒരു കൊളോസ്റ്റമി ബാഗ് എന്ന് പറഞ്ഞ് ഒരു ബാഗ് വെക്കേണ്ടതായി വന്നേക്കാം. ഇപ്പം നമുക്ക് സർജറി അവോയ്ഡ് ചെയ്യാനുള്ള ചികിത്സ പോലും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് സാറ് പറഞ്ഞതുപോലെ
ഒരു ട്യൂമർ ബോർഡ് കൂടിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതിനകത്ത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, പെത്തോളജിസ്റ്റ് ഇവരെല്ലാവരും ഇരുന്നാണ് രോഗിക്കൊരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരു സർജറി കഴിഞ്ഞ് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും രോഗിക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സ എന്താണെന്നുള്ള ഒരു ഡയറക്ഷൻ എങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾക്ക് എല്ലായിടത്തുനിന്നും സപ്പോർട്ട് വേണം. ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്യാൻസറാണ് എന്നൊരു ഡോക്ടറും പറയില്ല, ഇല്ലേ? ആ വാക്ക് പല ആൾക്കാരും നമ്മൾ ഒ പിയിലിരിക്കുമ്പോൾ അല്ലേ സർ വരുമ്പോൾ പറയും, ബൈസ്റ്റാൻഡേഴ്സ് ആദ്യം വരും. ബൈസ്റ്റാൻഡേഴ്സ് വന്നിട്ട് പറയും അമ്മയോട് പറയരുത്, അവർക്ക് ക്യാൻസർ ആണെന്ന് അറിയില്ല, ക്യാൻസർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, കീമോതെറാപ്പി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഇത് സർവ്വസാധാരണമാണ്, ഇല്ലേ? അപ്പോൾ ആ വാക്ക് എല്ലാവരും ഭയപ്പെടുന്ന ഒരു വാക്കാണ്, ഇല്ലേ? ട്രീറ്റ്മെൻറ്റും നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയുമാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തു നിന്നുമുള്ള സപ്പോർട്ട് വേണം. അപ്പം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് അല്ലെ ഫ്രണ്ട്സിന്, നെയ്ബേഴ്സിനുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് വേണം കൊടുക്കാനായിട്ട്. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതിനെപ്പറ്റി കീമോതെറാപ്പിയെ പറ്റി മാത്രം പറയാം. എന്താണ് കീമോതെറാപ്പി? ഇതെല്ലാവരും ഉത്തരം പറയണം. എന്താണ് കീമോതെറാപ്പി? എന്താണ് കീമോതെറാപ്പി? അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി. എന്തോ? റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് കീമോതെറാപ്പി. ശരി, പിന്നെ മെഡിസിൻസ് വെച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് കീമോതെറാപ്പി? കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അണുബാധ നമ്മൾ വരുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കും, ഇല്ലേ? അതേപോലെ ഓരോ അണുബാധയ്ക്ക് ഓരോ ആൻറ്റിബയോട്ടിക്കാണ്, അല്ലേ? നമ്മുടെ ജലദോഷം വരുമ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കും, വയറിളക്കം വന്നാൽ മറ്റൊരു ആൻറ്റിബയോട്ടിക് കഴിക്കും. അതേപോലെ ക്യാൻസറിൻ്റെ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ചില മരുന്നുകളാണ് കീമോതെറാപ്പി. ഇത് തരാൻ വേറെ മെഷീനിൻ്റെയോ റേഡിയേഷൻ്റെയോ ആവശ്യമില്ല. പലപ്പോഴും ചില കീമോ മരുന്നുകൾ ഇഞ്ചക്ഷൻസ് വഴിയാണ് തരുന്നത്. 90% ഡ്രിപ്പ് വഴിയാണ് തരുന്നത്. സാധാരണ നമ്മൾ ഡ്രിപ്പ് എടുക്കില്ലേ, അതേപോലെ ചിലത് നമ്മൾ അരമണിക്കൂറിൽ കഴിയും, ചിലത് 1 മണിക്കൂർ, ചിലത് 2 മണിക്കൂർ, ചിലത് കണ്ടിന്യൂസായി എടുക്കുന്ന 7 ദിവസം വരെ കണ്ടിന്യൂസായി എടുക്കുന്ന കീമോ, ഇങ്ങനെ പലതരത്തിലുള്ള കീമോയുണ്ട്. അപ്പോൾ കീമോ എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ്, ക്യാൻസറിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ. അത് ഇഞ്ചക്ഷൻ മാത്രവുമല്ല, ഗുളികകളായിട്ടുള്ള കീമോയും ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഡോക്ടറെ കീമോ വേണ്ട, ഗുളിക മതി. അങ്ങനെയല്ല, ഗുളിക രൂപത്തിലുള്ള കീമോയും ഉണ്ട്. അപ്പോൾ കീമോ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ. അത് ഏത് രൂപത്തിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്, കീമോതെറാപ്പി എടുക്കുമ്പോൾ ഭയങ്കര ചൂട് അനുഭവപ്പെടുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചൂട് അനുഭവപ്പെടുന്ന ഒരു ചികിത്സാ രീതിയല്ല. പക്ഷേ കീമോതെറാപ്പി നമ്മൾ എടുത്ത് കുറേ കഴിയുമ്പം ഹോർമോൺ വ്യത്യാസങ്ങൾ വരാം. അതുവഴി ചിലപ്പം ഹോട്ട് ഫ്ലഷസ് തോന്നാം. പക്ഷെ കീമോ എടുക്കുന്ന സമയത്ത് ചൂട് തോന്നുന്ന ചികിത്സയല്ല. പിന്നെ കീമോ എടുക്കുമ്പോൾ വേദന ഉണ്ടാവുമോ? വേദന എടുക്കുന്ന ചികിത്സയാണോ? പറയൂ, ഉണ്ടാവാറുണ്ടോ? വേദന എടുക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് നീഡിൽ കാനുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേദന എടുക്കുന്ന ഒരു ചികിത്സാ രീതി അല്ല കീമോതെറാപ്പി. വേദന എടുക്കുന്ന ചികിത്സ അല്ല കീമോതെറാപ്പി. ഓക്കെ. പിന്നെ കീമോ എടുക്കുമ്പോൾ മുടി പോവുമോ? കീമോ എടുക്കുമ്പം എല്ലാ കീമോയിനും മുടി പോയില്ലെങ്കിലും പല കീമോയിനും മുടി പോകാം. പക്ഷെ മുടി പോയാലും എന്താണ്, നമ്മൾ 2-3 മാസത്തിനകം മുടി തിരിച്ചു വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളെ രോഗത്തെയാണ് പ്രധാനം, അല്ലേ? മുടിയല്ല പ്രധാനം. മുടിക്ക് വേണ്ടി നമുക്ക് പകരം വിഗുണ്ട്, അതിനും പ്രോബ്ലമാണ്. സൊസൈറ്റിക്കാർ എന്ത് വിചാരിക്കും? മുറ്റത്ത് പോലും ഇറങ്ങാത്ത ആൾക്കാരുണ്ടല്ലേ സർ? മുറ്റത്ത് പോലും ഇറങ്ങില്ല എന്ന് വെച്ചാൽ അവർ കാണത്തില്ലേ എന്നെ? മുടിയില്ലാത്ത എന്നെ കാണില്ലേ? വെളിയിലിറങ്ങി നടക്കാൻ പറയുമ്പോഴാണ് പറയുന്നത് മുടിയില്ലാത്ത എന്നെ കാണില്ലേ, ഞാൻ ഇറങ്ങി നടക്കില്ല. അപ്പോൾ വിഗ് വയ്ക്കാം, അതൊരു താൽക്കാലിക കാര്യം മാത്രമാണ്. കീമോ നിർത്തി 2-3 മാസത്തിനകം മുടി തിരിച്ചു വരും. ഛർദിലുണ്ടാവുമോ? ഛർദിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ കീമോയിനും അല്ല, പക്ഷേ ഛർദി വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻസും ചേർത്താണ് നമ്മൾ തരുന്നത്. പിന്നെ മാത്രമല്ല, സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഈ WBC കൗണ്ടൊക്കെ കുറയാം. അപ്പം നമ്മളൊരു പ്രത്യേക ഒരു ഇഞ്ചക്ഷൻ തന്ന് WBC കൗണ്ട്
കുറഞ്ഞാലും പെട്ടെന്ന് കൂട്ടാനുള്ള ഇഞ്ചക്ഷൻസും നമുക്ക് കീമോയിനോടൊപ്പം എടുക്കാനായി സാധിക്കും. അപ്പോൾ നമ്മൾ കീമോ ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല, നമ്മളത് ധൈര്യമായി നമ്മളതിനെ ഡീല് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കണം. ഈ ഭയപ്പാട് കാരണം പല ആൾക്കാരും കീമോ വേണമെന്ന് പറയുമ്പോൾ അടുത്ത ദിവസം അടുത്ത ഡോക്ടറുടെ അടുത്ത് പോകും, ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ 3-4 ഡോക്ടേഴ്സ് പറയുമ്പോഴായിരിക്കും അവർ കൺവിൻസ്ഡായി വരുന്നത്. പേടി കാരണമാണ്. ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷനാണ് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിന് തന്നെ സർജറി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ചില ഗുളികകളാണ്. അത് ചിലപ്പോൾ 10 വർഷം കഴിക്കേണ്ടതായി വന്നേക്കാം, 5 വർഷം കഴിക്കേണ്ടതായി വന്നേക്കാം. ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. ഇങ്ങനെ നിരവധി ക്യാൻസർ ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കണം അല്ലേ? അതിനുവേണ്ടി ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണം, ഓങ്കോളജിസ്റ്റിൻ്റെ സഹായവും വേണം. എന്താണ് ടാർഗറ്റഡ് തെറാപ്പി? അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യൂ, ഒരു റൂം മൊത്തം പച്ച കളർ ബലൂൺസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചില പച്ച കളർ ബലൂണിൻ്റെ മുകളിൽ കുറേ ചുമന്ന പൊട്ടുകളും ഉണ്ട്. അപ്പോൾ ഈ ചുമന്ന പൊട്ടുകളുള്ള പച്ച ബലൂൺസിനെ മാത്രം നശിപ്പിക്കുന്ന ഒരു ആരോ. ഓക്കെ, ഇതാണ് ടാർഗറ്റഡ് തെറാപ്പി. അപ്പോൾ ക്യാൻസറിൽ ഇന്ന ഒരു ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെതിരെ മരുന്ന് കൊടുക്കുന്ന ചികിത്സയാണ് ടാർഗറ്റഡ് തെറാപ്പി. അത് ബ്രസ്റ്റ് ക്യാൻസറിനും ഒവേറിയൻ ക്യാൻസറിനും എല്ലാം ഉള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇത് പ്രോസ്തസിസ് ആണേ. പ്രോസ്തസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ബ്രസ്റ്റ് മൊത്തം മാറ്റേണ്ടി വന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോസ്തസിസ് യൂസ് ചെയ്യാം. പല ആൾക്കാരും അയ്യോ ഞാനിതെങ്ങനെ വാങ്ങിക്കും, ഞാനിതെങ്ങനെ പറയും. പക്ഷെ അങ്ങനെയല്ല, അത് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു സൈഡിൽ വെയിറ്റ് കൂടുതലും മറ്റേ സൈഡ് വെയിറ്റ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ തോള് വേദനയും കഴുത്ത് വേദനയും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസ്തസിസ് ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്, കീമോതെറാപ്പി എടുക്കുമ്പോൾ എന്ത് കഴിക്കാം? പാല് കുടിക്കാവോ? പഞ്ചസാര, ചോറ് കഴിക്കാവോ? കഴിക്കാം. എന്തും കഴിക്കാം ആണോ? കീമോതെറാപ്പി എടുക്കുമ്പോൾ എന്തും കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആവണം എന്നുള്ളതേ ഉള്ളൂ. ഫൈബറൊക്കെയുള്ള, പ്രോട്ടീനുള്ള ഹെൽത്തി ഫുഡ് ആവണമെന്നേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് വേണ്ട. വീട്ടിൽ പാകം ചെയ്ത അത്ര സ്പൈസി അല്ലാത്ത, ഒരുപാട് പുളിയില്ലാത്ത എല്ലാ ഫുഡും കഴിക്കാം. കുട്ടികളുടെ കൂടെ കളിക്കാമോ? കളിക്കാം, കുട്ടികളുടെ കൂടെ കളിക്കാം. അതുപോലെ എനിക്ക് പീരിയഡ്സ്, കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പീരിയഡ്സ് മിസ്സായി, അതൊരു കുഴപ്പമുണ്ടോ? ഇല്ല, ബിക്കോസ് ഹോർമോൺ വ്യത്യാസങ്ങൾ വരാം. ഞാൻ ഈ പ്രഷറിനും ഷുഗറിനും ഒക്കെ മരുന്ന് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിപ്പോൾ ക്യാൻസർ വന്നു. അപ്പോൾ ആ മരുന്നുകളെ പറ്റി ഡോക്ടറോട് പറയണോ? വേണ്ടല്ലോ. കാർഡിയോളജിസ്റ്റ് പറഞ്ഞല്ലോ എടുക്കാൻ. പറയണോ? വേണം. ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത് എന്തൊക്കെ മരുന്ന് കഴിക്കുന്നു എന്നുള്ള കാര്യവും പറയണം. അതുപോലെ തല കുളിക്കാമോ? ഇതെല്ലാം പല സംശയങ്ങൾ ചോദിക്കുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് തുടരാം, ജോലിക്ക് പോകാം. അതൊന്നും പ്രശ്നമുള്ളൊരു കാര്യമല്ല. റേഡിയോ തെറാപ്പിയെ പറ്റി സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ടാർഗറ്റഡ് തെറാപ്പി എന്താണെന്നുള്ളതും നമുക്കറിയാം. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഉമ്മൻചാണ്ടി സാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇമ്മ്യൂണോ തെറാപ്പി. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധശേഷി കൂട്ടി അത്തരം കോശങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്ന ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പി ഇതൊന്നും ഞാൻ അമേരിക്കയിലും UK-യിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്, നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിന് കുറച്ച് കോസ്റ്റ് ഉണ്ട്, എന്നാലും പേഷ്യൻ്റ് സപ്പോർട്ട് പ്രോഗ്രാംസ് ഉണ്ട്. നിരവധി ക്യാൻസേഴ്സിന് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ബ്രസ്റ്റ് ക്യാൻസറിനും സെർവൈക്കൽ ക്യാൻസറിനും എല്ലാം കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഒരു റിലേറ്റീവ്ലി ന്യൂ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഹോർമോൺ തെറാപ്പിയെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി കീമോതെറാപ്പി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് ഇതൊക്കെയാണ്. ഇതൊരു പ്രധാന കാര്യമാണ്. 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ, അതായത് സാറ് പറഞ്ഞതുപോലെ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് പോയാൽ അതാണ് 4ാമത്തെ സ്റ്റേജ്. അതിനെ ചികിത്സിക്കണോ? ചികിത്സിച്ചിട്ട് കാര്യമുണ്ടോ? ചികിത്സിക്കണം. ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പൂർണ്ണമായി മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇഫക്റ്റീവായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 4ാമത്തെ സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാവും. ഹോർമോൺ ട്രീറ്റ്മെൻറ്റും ടാർഗറ്റഡ് തെറാപ്പിയും മാത്രം എടുത്ത് നമുക്ക് 4ാമത്തെ സ്റ്റേജ് ക്യാൻസറിനെ ചികിത്സിക്കാൻ സാധിക്കും. എപ്പോഴും കീമോയിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പം 4ാമത്തെ സ്റ്റേജിലും ഇഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ 4ാമത്തെ സ്റ്റേജ് ആണെന്ന് കരുതി പല ആൾക്കാരും അവരുടെ പേരൻസിനെ കൊണ്ടുവരില്ല. അങ്ങനെയല്ല, ഓങ്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് എടുക്കുക. ഓഫ് കോഴ്സ് നമുക്ക് ആരോഗ്യവും വളരെ പ്രധാനമാണ്. പ്രായമല്ല, ആരോഗ്യമാണ് നമുക്ക് പ്രധാനം. പ്രായം ഇത്രയായില്ലേ ഡോക്ടർ, ഇനി എന്തിനാ ചികിത്സിക്കുന്നത്? അങ്ങനെയല്ല, അപ്പോഴത്തെ ആരോഗ്യവും കൂടെ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ചികിത്സ തീരുമാനിക്കുന്നത്. പിന്നെ ഇതൊരു കീമോതെറാപ്പി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ്ലി ആണോ? ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും കോസ്റ്റ്ലി അല്ല. കീമോതെറാപ്പി അത്ര കോസ്റ്റ്ലി അല്ല, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അത്ര കോസ്റ്റ്ലി അല്ല, ടാർഗറ്റഡ് തെറാപ്പിയുടെ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാ റേഡിയേഷനും കോസ്റ്റ്ലി അല്ല. ഇമ്മ്യൂണോ തെറാപ്പി നിലവിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുക്കുന്നത് വഴി നമുക്ക് ഒരുപാട്, നമ്മളെന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ വന്നിരുന്ന് നമുക്ക് വിഷമം പറയുമ്പോൾ വിഷമം തോന്നിയിട്ടാണ് ഇപ്പോൾ ഈ സ്ലൈഡൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ക്യാൻസറിനെ നമുക്ക് ചികിത്സിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. ട്രീറ്റ്മെൻറ്റിന് ശേഷവും സാറ് പറഞ്ഞതുപോലെ ഫോളോ അപ്പ് വളരെ പ്രധാനമാണ്. ഫോളോ അപ്പ് എന്തിനാന്ന് വെച്ചാൽ ക്യാൻസർ നമുക്കറിയാം, ക്യാൻസറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് 1ാമത്തെ സ്റ്റേജിൽ വളരെ കുറവാണ്, 2ാമത്തെ സ്റ്റേജിൽ ഒരു പൊടിക്ക് കൂടുതൽ, 3ാമത്തെ സ്റ്റേജിൽ കുറച്ചും കൂടെ അതിനൊരു തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കൃത്യമായ ഫോളോ അപ്പ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ചികിത്സ കഴിഞ്ഞാലും നമ്മൾ ആദ്യം ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ വരാൻ പറയും. 3 മാസം കൂടുമ്പോൾ വരാൻ പറയുമ്പോൾ നമുക്ക് അത് എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താനായി സാധിക്കും. പിന്നെ ഞങ്ങൾക്കും മോട്ടിവേഷൻ വേണം. രോഗികളെ കാണുമ്പോഴാണ് നമുക്കും മോട്ടിവേഷൻ കിട്ടുന്നത്, ഇല്ലേ? സാറിനൊക്കെ ഒരുപാട് കഥകൾ അതിനെപ്പറ്റി പറയാനുണ്ടാവും. ഒരുപാട് രോഗികൾ ചികിത്സ കഴിഞ്ഞ് തിരിച്ച് വന്ന് പറയുന്ന അനുഭവങ്ങളെ പറ്റി. പിന്നെ സ്ക്രീനിങ് വളരെ പ്രധാനമാണ്. സാർ പറഞ്ഞതാണ് ഓൾറെഡി. മാമോഗ്രാം, ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം 40 വയസ്സിന് ശേഷം എന്നാണ് അമേരിക്കൻ ഗൈഡ് ലൈൻസ്. യൂറോപ്യൻ ഗൈഡ് ലൈൻസ് 50 വയസ്സിന് ശേഷമാണ്. ഇത് നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 40 വയസ്സിന് ശേഷം അങ്ങ് എടുത്തോളുക. വർഷമാണ് എടുക്കാനുള്ളത് മാമോഗ്രാം. ഓക്കെ. സെർവൈക്കൽ ക്യാൻസറിന് വേണ്ടി എന്ത് ടെസ്റ്റാണ്? പാപ്സ്മിയർ. അത് വേദന എടുക്കുന്ന ടെസ്റ്റൊന്നുമല്ല. ഈ സെർവിക്സിൽ നിന്ന് കുറച്ച് സെൽസ് എടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റാണ്. അത് 21 വയസ്സിന് ശേഷം 3 വർഷം കൂടുമ്പോഴാണ് പാപ്സ്മിയർ. കൊളനോസ്കോപ്പി 45 വയസ്സിന് ശേഷം 10 വർഷം കൂടുമ്പോഴാണ് കൊളനോസ്കോപ്പി. അതെന്തിനാണ്? വയറിൻ്റെ ക്യാൻസർ, കോളൺ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ മനസ്സിലാക്കാനാണ്. അങ്ങനെ നിലവിൽ ഓവേറിയൻ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ സാധാരണ പോപ്പുലേഷന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സ്ക്രീനിങ് ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ടും ബ്ലഡ് ടെസ്റ്റും ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാമാണ് നമ്മുടെ സ്ക്രീനിങ് റെക്കമെൻഡേഷൻസ്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമുക്ക് ശരിക്കും നമ്മൾ അറിയണം. ഈ ഇന്ത്യ പോലെ നമ്മുടെ ഇവിടെ സ്ക്രീനിങ് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചെറിയൊരു പോപ്പുലേഷൻ മാത്രമാണ് സ്ക്രീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വളരെ പ്രധാനമാണ്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് പീരിയഡ്സ് കഴിഞ്ഞ്, അതായത് ഈ മാസത്തെ പീരിയഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ചെയ്യുമ്പം ബ്രസ്റ്റിൻ്റെ എല്ലാ ഭാഗവും കക്ഷം ഉൾപ്പെടെ നമ്മൾ തൊട്ട് നോക്കണം. പ്രിഫറബിളി ഒരു കണ്ണാടിയുടെ മുൻപിൽ വേണം ചെയ്ത് നോക്കാൻ. ഇരുന്നും കിടന്നും നോക്കുക. തടിപ്പോ തൊലിപ്പുറത്തെ വ്യത്യാസമോ നിപ്പിൾ ഡിസ്ചാർജ് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക. മാസത്തിൽ ഇന്ന ഒരു ദിവസം അതിനു വേണ്ടി ഒന്ന് മാറ്റിവെച്ച് നമ്മളൊന്ന് ഓർത്തൊന്ന് നോക്കിയിരുന്നാൽ മതി. സെർവൈക്കൽ ക്യാൻസർ ഞാൻ പറഞ്ഞു. ഇത് ഓവേറിയൻ ക്യാൻസറുടെ സിംറ്റംസ് ആണ്. പിന്നെ ഇതാണ് അടുത്ത സ്ലൈഡ് കാണിക്കാം. ഇതാണ് വാക്സിനേഷൻ. 15 വയസ്സിന് മുന്നേ എടുക്കുകയാണെങ്കിൽ 2 ഡോസ് മതി. ഇന്ന് എടുക്കുകയാണെങ്കിൽ അടുത്ത ഡോസ് 6ാമത്തെ മാസം. 15 വയസ്സിന് ശേഷം 26 വയസ്സ് വരെയാണെങ്കിൽ 3 ഡോസ്. ഇന്ന് എടുക്കുകയാണെങ്കിൽ അടുത്തത് 2 മാസം കഴിഞ്ഞിട്ട്, പിന്നെ അടുത്തത് 6 മാസം. ഈ രീതിയിലാണ് വാക്സിൻ എടുക്കാനുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വാക്സിൻ ഉണ്ട്. ക്വാഡ്രിവാലൻറ്റ് വാക്സിനാണ്.
ഇത് 2000 രൂപയാണെന്നാണ് എൻ്റെ അറിവ്. ആ വാക്സിൻ്റെ ചെലവ്. ഇതെടുക്കുന്നത് വഴി നമുക്ക് സർവൈക്കൽ ക്യാൻസറിനെ തടയാനായി സാധിക്കും. പലതരം വാക്സിൻസ് ഉണ്ട്. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട്, എനിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ? പലരും ചോദിക്കാറുള്ള ചോദ്യമാണല്ലേ. അങ്ങനെ നമുക്ക് അത് എപ്പോൾ ക്യാൻസർ വന്നു, ഏത് പ്രായത്തിലാണ് ക്യാൻസർ വന്നത്, ഏത് തരം ക്യാൻസറാണ് വന്നത്, ഏത് ചികിത്സയാണ് എടുത്തത്, ഇതെല്ലാം വെച്ചിട്ടാണ്. ഇപ്പം അമ്മയ്ക്ക് 80 വയസ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് മകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ അമ്മയ്ക്കൊരു 50 വയസ്സ് 60 വയസ്സിലാണ് വന്നതെന്നുണ്ടെങ്കിൽ മകൾ കുറച്ചും കൂടെ നേരത്തെ സ്ക്രീനിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലാബുകളിലെല്ലാം ടെസ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല, ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഒരു ജനറ്റിക് കൗൺസിലറിനെ കണ്ട് എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ എല്ലാ ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ക്യാൻസറിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ സാർ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഇതെല്ലാം വഴി നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വഴി, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഉപേക്ഷിക്കുന്നത് വഴി നമുക്ക് ക്യാൻസറിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. അപ്പം പലരും ചോദിക്കാറുണ്ടല്ലേ, ഞാൻ പുകവലിക്കാറുണ്ട്, പക്ഷേ എൻ്റെ നെയ്ബർ പുകവലിക്കാറില്ല, പക്ഷെ നെയ്ബറിന് ക്യാൻസർ വന്നു, എനിക്ക് വന്നില്ല. പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇല്ലേ. അതിൽ പറയാനുള്ളത്, സ്മോക്കേഴ്സിൽ ജനറൽ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ 30% ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇന്ന ആളായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ഇതെല്ലാം ഈ സ്ലൈഡ് കാണിക്കാൻ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്മ്യൂണോതെറാപ്പിയുടെ ഫീൽഡിലാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതിലെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നും അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചികിത്സാ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു ഹോപ്പുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ.